رب العالمين والصلاة والسلام على خاتم الأنبياء سيد المتقين محمد بن عبد الله وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين. أما بعد، فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അറിവിന്റെ ശ്രേഷ്ഠതയും അത് സ്വീകരിക്കുന്നതിൽ നാം കാത്തുസൂക്ഷിക്കേണ്ടുന്ന മര്യാദകളും, അതുപോലെ തന്നെ ത്വാലിബുൽ ഇൽം, അറിവ് നേടാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരിക്കേണ്ടുന്ന സ്വഭാവ സവിശേഷതകളെ സംബന്ധിച്ചുമൊക്കെയാണ് ഈ ക്ലാസുകളിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു സ്വാലിഹായ അമലായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് ഇത് സ്വീകരിക്കുമാറാകട്ടെ. കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. സത്യത്തിൽ വളരെ വലിയ ഒരു വിഷയമാണ്. ഏകദേശം ഞാൻ വിചാരിക്കുന്നത് ഒരു വർഷം നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യേണ്ടി വരും. അതിന്റെ എല്ലാ വശങ്ങളും കൃത്യമായി വിശദീകരിക്കുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു ക്ലാസ് ആണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യണം. വളരെ വിശദമായി തന്നെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാനാണ് ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖോടുകൂടി നാം ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി നമ്മൾ ചർച്ച ചെയ്യുന്നത് നാം അറിവ് നേടുന്നത്, അല്ലെങ്കിൽ അറിവ് നേടണം എന്ന് പറയാനുള്ള കാരണം എന്താണ് എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് നമ്മൾ ആദ്യമായി ചർച്ച ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, മനുഷ്യൻ ഒരാൾ മനുഷ്യനാണെങ്കിൽ ഇതര ജീവജാലങ്ങളിൽ നിന്ന് അവനെ വേർതിരിക്കുന്ന ഘടകം വിജ്ഞാനമാണ്, അറിവാണ്. അതുകൊണ്ട് തന്നെ അറിവില്ലാത്ത ഒരാൾ മനുഷ്യനായി ഇസ്ലാം പരിഗണിക്കുന്നില്ല, ഖുർആൻ പരിഗണിക്കുന്നില്ല. അതുകൊണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ അറിവ് നേടുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഒന്നാമത്തെ ഉത്തരം, നമ്മളൊരു യഥാർത്ഥ മനുഷ്യനായി തീരണമെങ്കിൽ നാം അറിവ് നേടുന്ന, അറിവുള്ള ആളുകളായി തീരണം. നമുക്കറിയാം, ഒന്നാമത്തെ മനുഷ്യനും ഒന്നാമത്തെ നബിയുമാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം. ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറഞ്ഞ സന്ദർഭം, വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫതൻ ഖാലു, അപ്പോൾ മലക്കുകൾ ചോദിക്കാണ്, അതജ്അലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്ന ഒരു സൃഷ്ടിയാണോ അല്ലാഹുവേ നീ സൃഷ്ടിക്കാൻ പോകുന്നത്? വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക,
നിന്നെ പരിശുദ്ധിപ്പെടുത്താനും നിന്നെ പ്രകീർത്തിക്കാനും ഞങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എന്തിനാണ് ഇങ്ങനെ കുഴപ്പമുണ്ടാക്കുന്ന ഒരു കക്ഷിയെ മലക്കുകൾ പറഞ്ഞ സന്ദർഭം, അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ മറുപടി ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അറിവില്ലാത്തത് എനിക്കറിയാം. എന്നിട്ട് മലക്കുകളുടെ ആ ചോദ്യത്തിന് വ്യക്തമായ ഹുജ്ജത്തോടുകൂടി ദലീലോടുകൂടി അല്ലാഹു അടുത്ത മറുപടി നൽകുന്നത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഒരു കഴിവ് തെളിയിച്ചു കൊടുത്തുകൊണ്ടാണ്. ആ കഴിവെന്താണ്? വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ സുമ്മ അറദഹും അലൽ മലായിക. എല്ലാ വസ്തുക്കളുടെയും പേര് ആദം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് പഠിപ്പിച്ചു കൊടുത്തു. എല്ലാ വസ്തുക്കളുടെയും പേര്. അപ്പൊ ആദം എന്ന ആദ്യ സൃഷ്ടിയായ ഒന്നാമത്തെ മനുഷ്യൻ, ആ ഒന്നാമത്തെ മനുഷ്യനും ഒന്നാമത്തെ നബിയുമായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ കൊണ്ട് അള്ളാഹു ചെയ്യിപ്പിക്കുന്ന ഒന്നാമത്തെ പണി പഠിപ്പിക്കലാണ്. അള്ളാഹു ചെയ്യിപ്പിച്ച ഒന്നാമത്തെ കാര്യം എന്താണ്? വഅല്ലമ, പഠിപ്പിച്ചു കൊടുത്തു. ആദമൽ അസ്മാഅ കുല്ലഹ, എല്ലാറ്റിന്റെയും പേര്. മുഫസ്സിരീങ്ങൾ പല നിലക്കും അതിന് വ്യാഖ്യാനങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന്റെ ഖുലാസയും പേര് വ്യത്യസ്ത ഭാഷകളിൽ തന്നെ ആദം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് പഠിപ്പിച്ചു കൊടുത്തു. എല്ലാറ്റിന്റെയും പേര്, ഉണ്ടായതും ഉണ്ടാകാനിരിക്കുന്നതുമായ വസ്തുക്കളുടെ പേര്. കാരണം പരിശുദ്ധ ഖുർആൻ ആമായ ഒരു പ്രയോഗമാണ് പറഞ്ഞത്, കുല്ലഹ. അപ്പൊ പിന്നെ അതിൽ നിന്ന് ഇന്നത് അതിൽ പെടുകയില്ല എന്ന് പറയണമെങ്കിൽ അതിന് ദലീല് വേണം. അങ്ങനെ പ്രത്യേകിച്ച് ദലീലുകളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാം പഠിപ്പിച്ചു കൊടുത്തുന്നാണ്. മനുഷ്യന്റെ കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിന് ഞാൻ മനുഷ്യനെ സൃഷ്ടിക്കുന്നു എന്നതിന്റെ ദലീൽ അല്ലാഹു കാണിച്ചു കൊടുക്കാൻ. സുമ്മ അറദഹും അലൽ മലായിക, എന്നിട്ട് മലക്കുകളുടെ മുമ്പിൽ അത് പ്രകടമാക്കി. മുഫസ്സിരീങ്ങൾ രണ്ട് നിലക്കാണ് അതിന് വ്യാഖ്യാനം പറഞ്ഞത്. ഒന്ന്, ആദം നബിക്ക് പഠിപ്പിച്ചു കൊടുത്ത വസ്തുക്കളെ മുഴുവൻ മലക്കുകൾക്ക് കാണിച്ചു കൊടുത്തു എന്നാണ്. അറള എന്ന വാക്കിന് എക്സിബിറ്റ്, പ്രദർശിപ്പിക്കാന്നൊരർത്ഥമുണ്ട്. അപ്പൊ പ്രപഞ്ചത്തിൽ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള സംഗതികളൊക്കെ മലക്കുകളുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഫഖാല അംബിഊനി ബി അസ്മാഇ ഹൗല, ഇതിന്റെ ഒക്കെ പേര് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ. ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ. ഏതാ സത്യസന്ധരാണെങ്കിൽ എന്ന് അങ്ങനെ ചോദിക്കാനുള്ള കാരണം, വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക്, നിന്നെ പ്രകീർത്തിക്കാനും സ്തുതിക്കാനൊക്കെ ഞങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എന്തിനാണ് മറ്റൊരു സൃഷ്ടി? ശരി, നിങ്ങളുടെ ദഅവ, നിങ്ങളുടെ വാദപ്രകാരം നിങ്ങളാണ് ശ്രേഷ്ഠരെങ്കിൽ നിങ്ങൾ ഇതിന്റെ പേരൊക്കെ ഒന്ന് പറയൂ. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറഞ്ഞിട്ടുള്ളത്. ഖാലു, അപ്പോഴവർ തോറ്റുപോയി, പറയാൻ കഴിയുന്നില്ല. ആദം അലൈഹിസ്സലാത്തു വസ്സലാമ അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തതൊക്കെ, അതിന്റെ രണ്ടാമത്തെ വ്യാഖ്യാനം ഞാൻ പറഞ്ഞില്ല. സുമ്മ അറദഹും അലൽ മലായിക എന്നതിന്റെ രണ്ടാമത്തെ വ്യാഖ്യാനം, ആ പഠിപ്പിച്ച പേരുകളൊക്കെ ഒന്നു മുതൽ അവസാനം വരെ തെറ്റാതെ ആര് പറഞ്ഞു? ആദം അലൈഹിസ്സലാത്തു വസ്സലാം മലക്കുകളുടെ മുമ്പിൽ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അള്ളാഹു പറയാണ്, ആദം നബി പറഞ്ഞതുപോലെ നിങ്ങൾ എല്ലാവരും കൂടി ഒന്ന് ചെയ്യുന്ന പറഞ്ഞത്. ഒരാളല്ല, ഒരാളെ വിളിച്ചിട്ട് ഒരാൾ ചെയ്യുന്നല്ല പറഞ്ഞത്. എല്ലാവരും കൂടി ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഒറ്റയ്ക്ക് ചെയ്ത സംഗതി നിങ്ങളൊന്ന് ചെയ്യൂ. അപ്പൊ അവര് തോറ്റു. അവർ പറഞ്ഞു, സുബ്ഹാനക, അല്ലാഹുവേ നീ പരിശുദ്ധനാണ്. ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ, നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതല്ലാത്ത ഒരറിവ് ഞങ്ങൾക്കില്ല. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം, തീർച്ചയായും നീ
എല്ലാം അറിയുന്നവനും ഹക്കീമുമാകുന്നു. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ധാരാളം പണ്ഡിതന്മാർ സംസാരിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചിലത് മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. മഹാനായ അൽ അല്ലാമ ഇബ്നുൽ ഖയ്യിമുൽ ജൗസി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മിഫ്താഹു ദാരിസ് സആദ എന്ന ഗ്രന്ഥത്തിൽ ഈ സംഭവം ഉദ്ധരിക്കുക വഴി അദ്ദേഹം പറഞ്ഞു, ഈ ആയത്തിൽ അറിവിന്റെ ശ്രേഷ്ഠതയെ 4 വ്യത്യസ്ത വകുപ്പുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വ്യക്തമാക്കി തന്നിരിക്കുന്നു. അതിൽ ഒന്നാമത്തത് അന്നഹു സുബ്ഹാനഹു റദ്ദ അലൽ മലായികത്തി ലമ്മാ സഅലൂഹു കൈഫ യജ്അലു ഫിൽ അർളി മൻ ഹുവ അതവ്വഉ ലഹു മിൻഹു ഫഖാല ഇന്നി യഅലമു മാ ലാ തഅലമൂൻ فأجاب سؤالهم بأنه يعلم من بواطن الأمور وحقائقها ما لا يعلمونه وهو العليم الحكيم. فظهر من هذا الخليفة من خيار خلقه ورسله وأنبيائه وصالح عباده والشهداء والصديقين والعلماء وطبقات أهل العلم والإيمان من هو خير من الملائكة، وظهر من إبليس من هو شر العالمين، فأخرج سبحانه هذا وهذا والملائكة لم يكن لها علم لا بهذا ولا بهذا. അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ നിന്നെ സ്തുതിച്ചുകൊള്ളാം, ഞങ്ങൾ നിന്നെ പ്രകീർത്തിക്കുന്നുണ്ട്, അപ്പൊ പിന്നെ മനുഷ്യന്റെ ആവശ്യമുണ്ടോ എന്ന ചോദ്യത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ മറുപടി ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വിജ്ഞാനം കാണിച്ചു കൊടുത്തുകൊണ്ടാണ്. അങ്ങനെ കാണിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല, ആദം അലൈഹിസ്സലാത്തു വസ്സലാമയിൽ നിന്നാണ് സൃഷ്ടികളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ ഉള്ളത്. സൃഷ്ടികളിൽ ശ്രേഷ്ഠനാരാ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദം നബീന്റെ മക്കളിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ അത് കഴിഞ്ഞ അമ്പിയാക്കളാണ്. എല്ലാ അമ്പിയാക്കളും മനുഷ്യരിലാണ്, ജിന്നുകളിലുമില്ല, മലക്കുകളിലും ആ നിലക്കില്ല. അതുകൊണ്ട് തന്നെ സൃഷ്ടികളിൽ ശ്രേഷ്ഠർ ആരാണ് എന്ന ചോദ്യത്തിന് മലക്കുകളെക്കാൾ ശ്രേഷ്ഠത ഈ പറഞ്ഞ അമ്പിയാക്കൾക്കും സിദ്ദീഖുകൾക്കും ശുഹദാക്കൾക്കും സാലിഹുകൾക്കുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത് സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സാലിഹുകൾ, വലിയ വലിയ ഇൽമ നൽകപ്പെട്ട പർവ്വതം പോലെയുള്ള പണ്ഡിതന്മാർ, മഹത്തുക്കൾ, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത മഹത്വത്തിന്റെ ആളുകളാണ് ആദം നബിയിൽ നിന്നുണ്ടായത്. അതേ അവസരത്തിൽ ശൈത്താനിൽ നിന്നുണ്ടായതോ ഇബ്ലീസിൽ നിന്നുണ്ടായതോ നേതാവ് തന്നെ വളരെ മോശം. പിന്നീട് ഷർറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഷർറ് കാണിക്കുക ജിന്നുകളിൽപ്പെട്ട ശൈത്താന്മാരാണ്. അങ്ങനെയുള്ളവരാണ് ആരിൽ നിന്നുണ്ടായത്? ജിന്നുകളിൽ നിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ അല്ലാഹു ഉദ്ദേശിച്ചിട്ടുള്ളത് ഇതാണ്. എന്ത്? അവരിൽ ഇൽമുള്ള ആളുകൾ ഉണ്ടാകും. അമ്പിയാക്കൾ, റസൂലുകൾ, അമ്പിയാക്കൾ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സാലിഹുകൾ, അഹ്ലുൽ ഇൽമപ്പെട്ട ആളുകൾ, മഹാന്മാർ, ഇതൊക്കെ അറിവുമായി ബന്ധപ്പെട്ടവരാണ്. ഇതൊക്കെ അറിവുമായി ബന്ധപ്പെട്ടവരാണ്. സമ്പത്തുമായി ബന്ധപ്പെട്ടതോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലക്കുള്ള കുവ്വത്തൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ കുവ്വത്തായിരുന്നെങ്കിൽ ശൈത്താനായിരിക്കും കൂടുതൽ ഉണ്ടാവുക, അല്ലെങ്കിൽ മലക്കുകൾക്കായിരിക്കും കൂടുതൽ ശക്തി ഉണ്ടാവുക. എന്നാൽ കുവ്വത്തല്ല ഉദ്ദേശം, പിന്നെ ഇൽമാണ് ഉദ്ദേശം. ഇങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തിൽ ഒന്നാമതായി അവർക്ക് മറുപടി നൽകിയത്. പിന്നീട് പറഞ്ഞിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല لما أراد إظهار تفضيل آدم وتمييزه وفضله ميزه عليهم بالعلم فعلمه الأسماء كلها ثم عرضهم على الملائكة. മലക്കുകളുടെ ചോദ്യത്തിന് ഒരു മറുപടി പ്രാവർത്തികമായി പ്രാക്ടിക്കലായിട്ട് കൊടുക്കണമല്ലോ. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത ഒന്നാമത്തെ ജോലി തന്നെ എന്താണ്? പഠിപ്പിക്കലും പഠിക്കലുമാണ്. അല്ലാഹു പഠിപ്പിച്ചു, ആദം അലൈഹിസ്സലാത്തു വസ്സലാം പഠിച്ചു. നേരെ മറിച്ച് വേറൊരു കഴിവല്ല കാണിച്ചു കൊടുത്തത്. അല്ലെങ്കിൽ ഇതാ പിന്നെ ഏതെങ്കിലും നിലക്ക് എന്തെങ്കിലും ശക്തി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സൗന്ദര്യം, അതല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും കഴിവുകൾ, ഇതൊന്നുമല്ല. ഒന്നാമത് തന്നെ അള്ളാഹു തെരഞ്ഞെടുത്ത കഴിവ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് പഠിക്കാനുള്ള കഴിവാണ്. മനുഷ്യ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്താൽ അവർ പഠിക്കുന്നു, അതങ്ങനെ തന്നെ അവർ റീപ്രൊഡ്യൂസ് ചെയ്യുന്നു.
അത് തലമുറകൾക്ക് കൈമാറാൻ അവർക്ക് സാധിക്കുന്നു, അത് മെമ്മറിയിൽ സൂക്ഷിക്കുവാൻ അവർക്ക് സാധിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇതേ ആയത്ത് മറ്റൊരു വിഷയം പറയുമ്പോൾ നമുക്ക് തെളിവായിട്ട് പറയേണ്ടി വരും. അത് മെമ്മറിയിൽ സൂക്ഷിക്കാനുള്ള കഴിവ്. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ 16-ലധികം ഭാഷകൾ ഹൃദയസ്ഥമുള്ള ആളുകളുണ്ട്, 16-ലധികം ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ട്. മനുഷ്യന്റെ കഴിവാണ് അത്. ഈ സമൂഹത്തിലുണ്ടെങ്കിൽ തലമുറകൾക്കപ്പുറത്തേക്ക് അതിനുള്ള കഴിവ് ഉള്ളവരുണ്ടാവും. അതുകൊണ്ട് തന്നെ ആദം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കളുടെയും പേരറിയാമായിരുന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത ആ ഒരു ഗ്രേറ്റ് ക്വാണ്ടിറ്റി അത്രയും അറിയാമായിരുന്നു എന്ന് അംഗീകരിച്ചാൽ പോലും അതിൽ എന്തില്ല, യാതൊരു അസാന്നിധ്യവുമില്ല. മനുഷ്യന് സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ പിന്നിലെ രഹസ്യത്തെക്കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടി കാണിച്ചു കൊടുത്തിട്ടുള്ള ഇൽഹാർ ചെയ്ത ഒന്നാമത്തെ കഴിവ് അത് ആദം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും അദ്ദേഹം പഠിക്കുകയും ചെയ്തു എന്ന കാര്യമാണ്. കാരണം തഫ്സീറുകളിൽ വന്നിട്ടുണ്ട്, മലക്കുകൾ ഇങ്ങനെ വാദിച്ചിരുന്നു. എന്താണ്? ലൻ യഖ്ലുഖ റബ്ബുനാ ഖൽഖൻ ഹുവ അക്റമു അലൈഹി മിന്നാ ഫളന്നു അന്നഹും ഖൈർ വഅഫ്ളലു മിനൽ ഖലീഫ അല്ലദീ യജ്അലുഹു അല്ലാഹു ഫിൽ അർള് فلما امتحنهم بعلم ما علمه لهذا الخليفة أقروا بالعجز وجهل ما لم يعلموا فقالوا سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. മലക്കുകൾക്ക് ഇങ്ങനെ ഒരു വാദം ഉണ്ടായിരുന്നു. അഥവാ ഞങ്ങളെക്കാൾ ശ്രേഷ്ഠരായ ഒരാളെ അള്ളാഹു സൃഷ്ടിക്കുകയില്ല. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹി സ്വലാത്തു വസ്സലാമയെ സൃഷ്ടിച്ചു, അതിന്റെ ഫളല് കാണിച്ചു കൊടുത്തു. നിങ്ങളിൽ ആരാണ് ശ്രേഷ്ഠർ എന്നൊരു പരീക്ഷണത്തിലൂടെ തന്നെ അവരുടെ ശക്തി കുറവ് അള്ളാഹു കാണിച്ചു കൊടുത്തു. ആദം നബിയുടെ ശ്രേഷ്ഠത കാണിച്ചതോടൊപ്പം തന്നെ മലക്കുകളുടെ ആ വിഷയത്തിലുള്ള പോരായ്മ കൂടി അള്ളാഹു എന്ത് ചെയ്തു കൊടുത്തു? അവർക്ക് സ്ഥാപിച്ചു കൊടുത്തു. നിങ്ങൾ അൻബിഊനി ബി അസ്മാഇ ഹൗലാ ഇൻ കുൻതും സാദിഖീൻ. അത് അള്ളാഹുവിന്റെ ഒരു വെല്ലുവിളിയായിരുന്നു. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ, നിങ്ങളുടെ ആ ദഅവ അതിതാണ്, ഞങ്ങളെക്കാൾ ശ്രേഷ്ഠരായവരെ അള്ളാഹു സൃഷ്ടിക്കുകയില്ല എന്ന്. എന്നാൽ അവർ അതിൽ തോറ്റുപോവുകയും അള്ളാഹുവിന്റെ അറിവിനെ സംബന്ധിച്ച് അവർ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആ ഭാഗം അവർ അവസാനിപ്പിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയങ്ങൾ അവർക്ക് കാണിച്ചു കൊടുത്തു. അവർ തോറ്റതിന് ശേഷം പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ സിഫത്തിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഖാല അലം അഖുല്ലക്കും ഇന്നി അഅലമു ഗൈബസ് സമാവാതി വൽ അർളി വഅഅലമു മാ തുബ്ദൂന വമാ കുൻതും തക്തുമൂൻ. ആകാശങ്ങളിലെയും ഭൂമിയിലെയും ഗൈബ് എനിക്കറിയാമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലേ? നിങ്ങൾ മറച്ചു വെക്കുന്നതും നിങ്ങളുടെ ഉള്ളിലുള്ളതും നിങ്ങൾ വെളിവാക്കുന്നതും എനിക്കറിയാമെന്നും ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ? നിങ്ങൾ ഈ ആയത്തുകൾ മുഴുവൻ പരിശോധിച്ചാൽ ഇവിടെയൊക്കെ ആദം നബിയുടെ ഇൽമുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്തിലൊക്കെ അള്ളാഹുവിന്റെ ഇൽമെന്ന സിഫത്താണ് എടുത്തു പറയുന്നത്. അള്ളാഹുവിന് വേറൊരുപാട് സിഫത്തുണ്ട്. അള്ളാഹു ഖദീറാണ്, അള്ളാഹു റാസിഖാണ്, അള്ളാഹു മുദബ്ബിറാണ്. ഇങ്ങനെയുള്ള ഒരുപാട് സിഫത്തുകൾ അള്ളാഹുവിനുണ്ട്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം നബിയുമായി ബന്ധപ്പെട്ട വിഷയം മലക്കുകളുമായി സംസാരിക്കുന്നിടത്തിലൊക്കെ അള്ളാഹുവിന്റെ ഇൽമെന്ന സിഫത്താണ് എടുത്തു പറയുന്നത്. ഒന്നാമത്തെ ആയത്തിൽ തന്നെ വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുക വനുഖദ്ദിസു ലക് ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. നിങ്ങൾക്കറിയാത്ത എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എനിക്കിഷ്ടമുള്ളതൊക്കെ സൃഷ്ടിക്കും എന്ന ആ ഖാലിഖിന്റെ സിഫത്തൊന്നും അല്ല പറഞ്ഞത്, മറിച്ച് അള്ളാഹുവിന്റെ ഇൽമിനെ കുറിച്ചാണ് പറഞ്ഞത്. അതുപോലെ തന്നെ മലക്കുകൾ ഈ ഒരു പരീക്ഷണത്തിൽ പരാജയപ്പെട്ടപ്പോൾ മലക്കുകളും പറയുന്നത് എന്താണ്? ഖാലു സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. നീയാണ് എല്ലാം അറിയുന്നവനും ഹക്കീമായ. വീണ്ടും ആദം അലൈഹി സ്വലാത്തു വസ്സലാം ആ പേരൊക്കെ വെളിപ്പെടുത്തിയത് അള്ളാഹു പറഞ്ഞതിന് ശേഷം പിന്നെ അള്ളാഹുവിന്റെ വീണ്ടും മലക്കുകളോടുള്ള ചോദ്യം എന്താണ്? ഇന്നി അഅലമു ഗൈബസ് സമാവാതി വൽ അർളി വഅഅലമു മാ തുബ്ദൂന വമാ കുൻതും തക്തുമൂൻ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം നബിക്ക് നൽകിയ ഇൽമെന്ന മഹത്തായ ഷറഫ് അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ദാനമാണ്, സൃഷ്ടാവായ അള്ളാഹുവിൽ നിന്ന് ലഭിച്ചതാണ്. ആ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പറയുമ്പോഴൊക്കെ അള്ളാഹുവിന്റെ ഇൽമു കൂടി ചേർത്തു പറയുന്നു.
ഇതിൽ നിന്നൊക്കെ മനുഷ്യ സൃഷ്ടിപ്പിന്റെ ആരംഭം തന്നെ വിജ്ഞാനവുമായി ബന്ധപ്പെട്ട, അതിൽ ഇതര സൃഷ്ടികളോട് അഥവാ മുഖറബീങ്ങളായ മലക്കുകളെ പോലും ഇൽമിന്റെ വിഷയത്തിൽ ആര് തോൽപ്പിച്ചു കളഞ്ഞു? മനുഷ്യൻ തോൽപ്പിച്ചു കളഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വിഷയമാണ്, അടിസ്ഥാനപരമായ ഒരു സബ്ജക്റ്റാണ് യഥാർത്ഥത്തിൽ ഇൽമെങ്കിൽ ആ ആദം നബിയുടെ മക്കളായ നമുക്ക് അത്തരം ഒരു വിഷയത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഒരിക്കലും സാധ്യമല്ല. മാത്രവുമല്ല, ഇമാം ഖുർത്തുബി ഈ ആയത്തിന്റെ തഫ്സീറിൽ വളരെ മനോഹരമായ ഒരു കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നു. എന്താണത്? അദ്ദേഹം പറയാണ്, ഫീ ഹാദിഹിൽ ആയത്തി ദലീലുൻ അലാ ഫളിൽ ഇൽമി വ അഹ്ലിഹി. ഈ ആയത്തിൽ തെളിവുണ്ട് അറിവിന്റെ ശ്രേഷ്ഠതക്കും അറിവ് നേടുന്ന ആളുകളുടെ ആലിമീങ്ങളായ ആളുകളുടെ ശ്രേഷ്ഠതക്കും അതുപോലെ തന്നെ ഇൽമിന്റെ ശ്രേഷ്ഠതക്കും ഇതിൽ തെളിവുണ്ട്. ആലിമ് ഇവിടെ ഈ ആയത്തിൽ ഉദ്ദേശിച്ചത് ആദം അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ഇൽമിന്റെ ശ്രേഷ്ഠത അല്ലമ ആദം അൽ അസ്മാ എന്ന് അള്ളാഹു പഠിപ്പിച്ചതും ആദം നബി പഠിച്ചതുമാണ്. എന്നിട്ട് അദ്ദേഹം ഹദീസ് ഉദ്ധരിക്കുന്നു. വഫിൽ ഹദീസി, ഹദീസിൽ വന്നിട്ടുണ്ട്, വ ഇന്നൽ മലായികത ലതലഉ അജ്നിഹതിഹാ റിളൻ ലിതാലിബിൽ ഇൽം. മലക്കുകൾ അവരുടെ ചിറകുകൾ താലിബുൽ ഇൽമുകൾക്ക് വേണ്ടി എപ്പോഴും എന്ത് ചെയ്യുന്നു? താഴ്ത്തി കൊടുക്കുന്നു, വിരിച്ചു കൊടുക്കുന്നു. ഇത് എപ്പോഴൊക്കെ മനുഷ്യരിൽ നിന്ന് വിജ്ഞാനം പ്രകടമാകുന്നുവോ അപ്പോഴൊക്കെ മലക്കുകൾ ചെയ്യും. കാരണം അത് മലക്കുകൾക്ക് കിട്ടിയ ഒന്നാമത്തെ മര്യാദ പഠിപ്പിക്കലാണ്. കാരണം ആദം നബിയുടെ മഹത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുത്തതിനു ശേഷം പിന്നെ മലക്കുകളോടുള്ള അല്ലാഹുവിന്റെ ഓർഡർ എന്താണ്? വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലി ആദമ ഫസജദൂ ഇല്ലാ ഇബ്ലീസ്. അറിവിന്റെ ശ്രേഷ്ഠത കാണിച്ചു കൊടുത്തിട്ട് മലക്കുകളോട് പറയാണ് ആദം നബിക്ക് എന്ത് ചെയ്യണം? സുജൂദ് ചെയ്യണം. ഫസജദൂ, അവരെല്ലാവരും സുജൂദ് ചെയ്തു. കാരണം അവർക്കൊക്കെ അത് ബോധ്യപ്പെട്ടു. മലക്കുകളാണ്, അവർക്ക് ആ ഇൽമിന്റെ മഹത്വം അവർക്കറിയാം. അത് ബോധ്യപ്പെട്ടപ്പോൾ അവർ ആദം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സുജൂദ് ചെയ്തു. എന്നാൽ ഇൽമിന്റെയും അഹ്ലുൽ ഇൽമിന്റെയും ഫളിൽ തിരിച്ചറിയാത്ത ആളാണ് ആര്? ഇബ്ലീസ്. ഇബ്ലീസും ഇബ്ലീസിന്റെ സൈന്യങ്ങൾക്കും അറിവിനോടോ അറിവിന്റെ ആളുകളോടോ പ്രത്യേകിച്ച് ബഹുമാനമൊന്നും ഉണ്ടാവില്ല. ഇബ്ലീസിന്റെ വാദം എന്താണ്? ഇബ്ലീസ് തന്നെ സൃഷ്ടിച്ച സൃഷ്ടി പ്രപഞ്ചത്തിന്റെ കുവ്വത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്താണ് ഇബ്ലീസെ നീ സുജൂദ് ചെയ്യാതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇബ്ലീസ് എന്താ പറയുന്നത്? ആദം നബിയേക്കാൾ അറിവ് എനിക്കാണെന്നാണോ പറഞ്ഞത്? അല്ല. ഖാല അന ഖൈറും മിൻഹു ഖലഖ്തനി മിൻ നാരിൻ വ ഖലഖ്തഹു മിൻ തീൻ. എന്നെ തീ കൊണ്ടാണ് സൃഷ്ടിച്ചത്, അവനെ ആദമിനെ മണ്ണ് കൊണ്ടാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് കുവ്വത്തിൽ ഞാനാണ് കൂടുതൽ ശക്തി. അപ്പൊ ഇബ്ലീസ് ശക്തി ഫളിലായിട്ട് കാണുന്നത് എന്താണ്? സൃഷ്ടിപ്പിലെ ശക്തിയും ആകാരവും അതും ഇതൊക്കെയാണ്. അപ്പോ ഗ്രാഹ്യത കുറഞ്ഞ അറിവില്ലാത്ത ആളുകൾ എന്നും മഹത്വമായി കരുതുക അതൊക്കെയാണ്. സമ്പത്ത്, സ്ഥാനമാനം, ഭൗതിക വിഷയത്തിലുള്ള ശക്തിയും പിടിപാടും ഇതൊക്കെ ഭയങ്കരാണ്, ഇതാണ് ഫള് എന്ന് കരുതിയവരുണ്ട്. എന്നാൽ യഥാർത്ഥ അറിവുള്ള ആളുകൾ അവർക്ക് ഇൽമിന്റെ ശ്രേഷ്ഠതയാണ് അവർക്ക് ഏറ്റവും വലുത്. അതുകൊണ്ട് തന്നെ മലക്കുകളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവരൊക്കെ സുജൂദ് ചെയ്തു. എന്നാൽ ഇബ്ലീസ് ചെയ്തില്ല. അത് അറിവിനെയും അറിവുള്ളവരെയും മനസ്സിലാക്കുന്നതിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോ ഇമാം ഖുർത്തുബി അദ്ദേഹം വിശദീകരിക്കുന്നത് എപ്പോഴൊക്കെ ഫകുല്ലമാ ലഹറ ലഹാ ഇൽമുൻ ഫീ ബശറിൻ ഖലഅത് ലഹു വതവാലഅത് വതദല്ലലത് ഇഅലാമൻ ലിൽഇൽമി വഅഹ്ലിഹി. എപ്പോഴൊക്കെ മനുഷ്യൻ വിജ്ഞാനത്തിന് നേരെ പുറപ്പെടുന്നുവോ, വിജ്ഞാനം നേടുന്നുവോ, അപ്പോഴൊക്കെ മലക്കുകൾ നേരത്തെ കാണിച്ച ആ സുജൂദ് അല്ലെങ്കിൽ പോലും ആ തവാളും ആ ഖുദൂഉം തദല്ലുലും എല്ലാം ആർക്കുണ്ടാകും? മലക്കുകൾക്ക് മനുഷ്യനോടുണ്ടാകും എന്ന് അദ്ദേഹം ഈ ആയത്തിന്റെ തഫ്സീറിൽ വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ തഫ്സീറു ഖുർത്തുബിയിലും അതുപോലെ തന്നെ തഫ്സീറു സഅദിയിലും തഫ്സീറു ഇബ്നു കസീറിലുമൊക്കെ ഈ വിഷയം ധാരാളമായി വന്നിട്ടുണ്ട്. അതിന്റെ തഫ്സീറുകൾ നിങ്ങൾ പരിശോധിക്കുക, നമുക്കെല്ലാം വായിക്കാൻ സാധ്യമല്ല. അപ്പൊ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞ പോയിന്റ്, ഒന്നാമത്തെ പോയിന്റ്,
മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ, അല്ലെങ്കിൽ മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ആരംഭം തന്നെ വിജ്ഞാനവുമായി ബന്ധപ്പെട്ടാണ്. അവിടെ നടന്ന ചർച്ചകളൊക്കെ വിജ്ഞാനവുമായി ബന്ധപ്പെട്ടാണ്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഴിവ് അല്ലാഹു കാണിച്ചു കൊടുത്തത് വിജ്ഞാനത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ മലക്കുകൾ പോലും അതിന്റെ മുമ്പിൽ സാഷ്ടാംഗം നമിച്ചു അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം. ശേഷം ഇനി വരുന്ന താലിബുൽ ഇൽമുകൾക്ക് മുഴുവൻ ആ ഒരു കാര്യം ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഖിയാമത്ത് നാൾ വരെ അത് ലഭിച്ചുകൊണ്ടിരിക്കും. ഇത്രയും വിശദീകരിച്ചതിൽ നിന്ന് തന്നെ അറിവിനും അറിവിന്റെ ആളുകൾക്കുമുള്ള ശ്രേഷ്ഠത എത്രമാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ആദം നബിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ചാണെങ്കിൽ, രണ്ടാമത് ഓരോ മനുഷ്യരുടെ സൃഷ്ടിപ്പും അങ്ങനെ തന്നെ. സൂറത്തുൻ നഹ്ലിൽ കാണാം, വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅ വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ഖലീലൻ മാ തശ്കുറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ നിങ്ങളുടെ ഉമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? ലാ തഅലമൂന ശൈഅ, ഒന്നും അറിയാത്തവരായിക്കൊണ്ടാണ്. ആദം നബിയെ സൃഷ്ടിച്ചപ്പോഴും അങ്ങനെ തന്നെ ഒന്നും അറിയാത്ത നിലക്കാണ് ആദം നബിയെ സൃഷ്ടിച്ചത്. ആദം നബിയുടെ മക്കളായ ഞാനും നിങ്ങളും ഒക്കെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വരുന്നതും എങ്ങനെയാണ്? ലാ തഅലമൂന ശൈഅ, ഒന്നും അറിയാത്തവരായിക്കൊണ്ടാണ്. പക്ഷെ അല്ലാഹു പറയുന്നു മറ്റൊരു കാര്യം, വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ. പക്ഷെ അല്ലാഹു നിങ്ങൾക്ക് കേൾവി ശക്തി നൽകി, കാഴ്ച ശക്തി നൽകി, ഹൃദയവും നൽകി. ഇതിന്റെ തഫ്സീറുകൾ ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ലാത്ത വിധം വളരെ വ്യക്തമാണ്. ഒന്നും അറിയാത്ത മനുഷ്യന് അറിവ് നേടാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അള്ളാഹു എന്ത് നൽകിയത്? കേൾവിയും കാഴ്ചയും ഹൃദയവും നൽകിയത്. അതുകൊണ്ടാണ് ഖലീലൻ മാ തശ്കുറൂൻ, എന്നാൽ നിങ്ങളിൽ കുറഞ്ഞ ആളുകളെ അത് മനസ്സിലാക്കി നന്ദിയോടുകൂടി ജീവിക്കുന്നുള്ളൂ, കണ്ണും കാതും ഹൃദയവും ശരിക്ക് ഉപയോഗപ്പെടുത്തുന്നുള്ളൂ. അപ്പൊ മനുഷ്യനെ ഒന്നും അറിയാത്തവരായി സൃഷ്ടിച്ചു, നമുക്ക് കണ്ണും കാതും ഹൃദയവും നൽകിയത് ഇൽമ് നേടാനാണ് എന്നാണ് ഈ ആയത്തിന്റെ താല്പര്യം. അതുകൊണ്ടാണ് ഇത് മൂന്നും ഉപയോഗപ്പെടുത്താത്തവൻ പിന്നെ അവന് പറയാൻ പറ്റിയ ഒരു നല്ല പേര് അള്ളാഹു പറഞ്ഞത് നാക്കാലി. അള്ളാഹു പ്രയോഗിച്ച പ്രയോഗമാണ്. വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആമി ബൽ ഹും അദൽ. സൂറത്തുൽ അറാഫിലെ വചനമാണ്. മനുഷ്യരിലും ജിന്നുകളിലും വലിയ ഒരു വിഭാഗത്തെ നാം നരകത്തിലേക്ക് സൃഷ്ടിച്ചിരിക്കുന്നു. അവർക്ക് ഹൃദയങ്ങളുണ്ട്, പക്ഷെ ചിന്തിക്കുന്നില്ല. കണ്ണുകളുണ്ട്, കാണുന്നില്ല. കാതുകളുണ്ട്, കേൾക്കുന്നില്ല. ഉലൈക കൽ അൻആം, അവർ കന്നുകാലികളെ പോലെയാണ്. ബൽ അല്ല, ഹും അദൽ, കന്നുകാലിനേക്കാൾ മോശമാണ്. കാരണം കന്നുകാലികൾക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിനപ്പുറത്ത് അവർ മോശാവൂല. ഒരു നായക്ക് എന്നും നായന്റെ സ്വഭാവം ഉണ്ടാവും. നായ വേറൊരു ജീവന്റെ സ്വഭാവം എടുക്കുകയല്ല. പക്ഷെ മനുഷ്യൻ പല ജീവിന്റെയും സ്വഭാവം എടുക്കും. മനുഷ്യൻ പല ജീവികളുടെയും സ്വഭാവം എടുക്കും. കാരണം മൃഗങ്ങൾക്ക്, നാക്കാലികൾക്ക് അള്ളാഹു നിശ്ചയിച്ച ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ആ ലിമിറ്റേഷൻ അപ്പുറത്തേക്ക് പോകാൻ ഒരു മൃഗത്തിനും സാധ്യമല്ല. പക്ഷെ മനുഷ്യന് ആ നിലക്ക് സാധിക്കും. അങ്ങനെയാണ് അവന്റെ പ്രകൃതം അള്ളാഹു സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് അവൻ കന്നുകാലിയെ പോലെയാകുന്നു. അള്ളാഹുവിന്റെ പ്രയോഗമാണ്. ബൽഹും അവൽ, അല്ല അതിനേക്കാൾ മോശമാണ് എന്ന് ആര് പറയുന്നു? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോൾ കന്നുകാലിനേക്കാൾ മോശമായ ഒരു അവസ്ഥയിലെത്തും എപ്പോൾ? നമ്മെ നമ്മളാക്കി തീർക്കാൻ വേണ്ടി അള്ളാഹു തന്ന 3 അവയവങ്ങളെ ഉപയോഗപ്പെടുത്താതിരിക്കുമ്പോൾ. കണ്ണ്, കാത്, ഹൃദയം. സൂറത്തു അൽ ഫുർഖാനിൽ അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സെയിം ഈ ആയത്തുമായിട്ട് അതിന് ബന്ധമുള്ളതുകൊണ്ട് അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. അം തഹ്സബു അന്ന അക്സറഹും യസ്മഊന ഔ യഖിലൂൻ ഇൻഹും ഇല്ലാ കൽ അൻആമി ബൽ ഹും അദല്ലു സബീല. അവരിൽ ബഹുഭൂരിപക്ഷവും കേൾക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട് എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? എന്നാൽ ഇൻഹും ഇല്ലാ കൽ അൻആം, അവർ കന്നുകാലികളെ പോലെയാകുന്നു. ബൽ ഹും അദല്ലു സബീല, അല്ല അതിനേക്കാൾ മോശമാണ്. അവരെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് അവർ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. എന്നാൽ അവരൊന്നും ചിന്തിക്കുന്നില്ല, അവരൊന്നും കാണുന്നില്ല.
പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, നീ അവരെ കണ്ടാൽ നീ വിചാരിക്കും അവർ നിന്നെ നോക്കുകയാണെന്ന്. എന്നാൽ വഹും ലാ യുബ്സിറൂൻ, അവർ കാണുന്നില്ല. ഫൈദാ റഅയ്തഹും യൻളുറൂന ഇലൈക്, നീ അവരെ നോക്കുമ്പോൾ കാണാം അവർ നിന്നെങ്ങനെ നോക്കിക്കുന്നത്. എന്നാൽ ലാ യുബ്സിറൂൻ, അവർ കാണുന്നില്ല. അവരങ്ങനെ നടക്കുന്നുണ്ട്, അവരങ്ങനെ ജീവിക്കുന്നുണ്ട് എന്നല്ലാതെ അവരുടെ കണ്ണോ കാതോ ഹൃദയമോ മര്യാദക്ക് ഉപയോഗപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് അവർക്ക് അള്ളാഹു നൽകിയ വിശേഷണമാണെന്ത്? കന്നുകാലികളാണ്, അല്ലെങ്കിൽ കന്നുകാലികളെക്കാൾ മോശമാണ്. അപ്പോൾ ആ വിശേഷണത്തിൽ ഒരു മനുഷ്യൻ എത്താതിരിക്കണമെങ്കിൽ, അവൻ മനുഷ്യനായി നിലനിൽക്കണമെങ്കിൽ എന്തു വേണം? അറിവ് വേണം. അവന്റെ കണ്ണും കാതും ഹൃദയവും അവൻ ഉപയോഗപ്പെടുത്തണം. അതുകൊണ്ടാണ് സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു ഇങ്ങനെ പറഞ്ഞത്, വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്നസ് സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നിനക്കറിവില്ലാത്ത ഒന്നിന്റെ പിന്നാലെ നീ പോവരുത്. മനുഷ്യൻ ഇത്തിബാഅ് ചെയ്യേണ്ടത് ഇൽമിനെയാണ്. അപ്പോൾ അറിവില്ലാത്ത ഒന്നിന്റെ പിറകെ നീ പോവാൻ പാടില്ല. കാരണം എന്താണ്? ഇന്നസ് സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നിങ്ങളുടെ കേൾവിയും നിങ്ങളുടെ കാഴ്ചയും നിങ്ങളുടെ ഹൃദയവും ചോദ്യം ചെയ്യപ്പെടും. അപ്പോൾ ഇത് മൂന്നും വിജ്ഞാനത്തിനുള്ളതാണ് എന്നതിന്റെ തെളിവാണ് ഈ ആയത്ത്. നമ്മൾ നേരത്തെ പറഞ്ഞ ആയത്ത് വിജ്ഞാനത്തിനാണ് എന്നതിന്റെ തെളിവാണ്. അൽ ഖുർആൻ യുഫസ്സിറു ബഅ്ദുഹു ബഅ്ദാ, ഖുർആനിലെ ഒരായത്ത് മറ്റൊരായത്തിന് തഫ്സീർ പറയും, വ്യാഖ്യാനം നൽകും. അങ്ങനെയുള്ള വ്യാഖ്യാനമാണ് വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്നസ് സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നിങ്ങൾക്കറിവില്ലാത്തതിന്റെ പിന്നാലെ നിങ്ങൾ പോവാൻ പാടില്ല. നിങ്ങളുടെ കേൾവിയും നിങ്ങളുടെ കാഴ്ചയും ഹൃദയവും ചോദ്യം ചെയ്യപ്പെടും. അപ്പോൾ ഇത് മൂന്നും വിജ്ഞാന സമ്പാദനത്തിന് ഉപയോഗപ്പെടുത്തണമെന്നും വിജ്ഞാനമില്ലാത്ത ഒന്നിന്റെ പിന്നാലെ പോകാൻ ഒരിക്കലും നിങ്ങൾ അത് ഉപയോഗപ്പെടുത്തരുത് എന്നുമാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം. അതുകൊണ്ട് തന്നെ നമ്മളെ നമ്മളാക്കി തീർക്കുന്നതെന്തോ അതാണ് ഇൽമ്. നമ്മളെ നമ്മളാക്കി തീർക്കുന്നത് എന്താണോ അതാണ് ഇൽമ്. ശരി, ഞാൻ വീണ്ടും നേരത്തെ പറഞ്ഞ സൂറത്തുൽ ആറാഫിലെ വചനത്തിലേക്ക് ഒന്നുകൂടി പ്രവേശിക്കട്ടെ. അവിടെ അവർക്ക് കണ്ണുകളുണ്ട് കാണുന്നില്ല, കാതുകളുണ്ട് കേൾക്കുന്നില്ല, ഹൃദയമുണ്ട് ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞത് എന്തിനെ കുറിച്ചാണ്? ദുനിയാവിനെ കുറിച്ചാണോ? അല്ല, അങ്ങനെ ആരും പറയില്ല. കാരണം അവർ ദുനിയാവ് കാണുന്നുണ്ട്, ദുനിയാവ് കേൾക്കുന്നുണ്ട്, ദുനിയാവിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നുമുണ്ട്. ഇതിന് കഴിവില്ലാത്തവനാണെങ്കിൽ അവന് സ്വർഗവും നരകവും ഇല്ല എന്ന് പറഞ്ഞാൽ അവന് ശിക്ഷയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരാൾക്ക് തമീസിനുള്ള കഴിവില്ലെങ്കിൽ, ബുദ്ധിശക്തി ഇല്ലെങ്കിൽ, വിവേചന ശക്തി ഇല്ലെങ്കിൽ അവന് വിചാരണ അല്ല എന്നാണ്. അവരിൽ നിന്ന് കലം ഉയർത്തപ്പെട്ടിരിക്കുന്നു, അവരിൽ നിന്ന് കലം പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവർ ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞത് ദുനിയാവിനെ കുറിച്ചല്ല, അവർ കാണുന്നില്ല എന്ന് പറഞ്ഞത് ദുനിയാവിനെ കുറിച്ചല്ല, അവർ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞത് ദുനിയാവിനെ കുറിച്ചല്ല, പിന്നെയോ ആഖിറത്തിനെ കുറിച്ചാണത്, ദീനിനെ കുറിച്ചാണ്. മതത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, മതവിഷയങ്ങൾ അവർ ചർച്ച ചെയ്യുന്നില്ല, മതവിഷയങ്ങളെക്കുറിച്ച് അവർ ആലോചിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അവർ കന്നുകാലികളെ പോലെയാകുന്നു. അല്ലാതെ ഒരു ചിന്തയില്ലാത്ത അവൻ ഭ്രാന്തനാണ്. അവനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക നിയമങ്ങൾ, ശരീഅത്തിന്റെ നിയമങ്ങൾ ബാധകമല്ല. അപ്പോൾ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ള വിജ്ഞാനം എന്നത് മതത്തിലുള്ള വിജ്ഞാനമാണ് എന്ന കാര്യവും അവിതർക്കിതമായ തർക്കമില്ലാത്ത കാര്യമാകുന്നു. ഇനി ഒരു തെളിവ് കൂടി തരട്ടെ. പരിശുദ്ധ ഖുർആനിൽ ഒന്നാമത് അവതരിച്ച അധ്യായം ഏതാ? സൂറത്തുൽ ആലഖ്. എല്ലാവർക്കും അറിയാം. സൂറത്തുൽ ആലഖ് മനുഷ്യ സൃഷ്ടിപ്പിനെയും വിജ്ഞാനത്തെയും ചേർത്തു പറഞ്ഞ അധ്യായമാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഭ്രൂണത്തിൽ നിന്ന്, രക്തപിണ്ഡത്തിൽ നിന്ന് നിന്നെ സൃഷ്ടിച്ച നിന്റെ രക്ഷിതാവായ അള്ളാഹുവിന്റെ നാമത്തിൽ നീ വായിക്കുക. ഒന്നാമത്തെ കൽപ്പന വായിക്കാനാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞിട്ടുള്ളത് അവ്വലു വാജിബിൻ അലൽ അബ്ദ്,
ഒരടിമയുടെ മേലുള്ള ഒന്നാമത്തെ വാജിബ് തന്നെ എന്താണ്? ഇൽമ് നേടലാണെന്നാണ്. ഒന്നാമത്തെ വാജിബ് തന്നെ എന്താണ്? ഇൽമ് നേടലാണ്. കാരണം അള്ളാഹുവിന്റെ ഒന്നാമത്തെ കൽപ്പന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞു കഴിഞ്ഞ് ഒന്നാമത് തന്നെ അള്ളാഹു പറയുന്നത് എന്താണ്? ഇഖ്റ, വായിക്കൂ. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച നിന്റെ റബ്ബിന്റെ നാമത്തിൽ വായിക്കാനാണ് പറയുന്നത്. ഖലഖൽ ഇൻസാന മിൻ അലഖ്, മനുഷ്യനെ അവൻ അലഖിൽ നിന്ന്, ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചിരിക്കുന്നു. അല്ലമൽ ഇൻസാന മാ ലം യഅലം, മനുഷ്യൻ അറിയാത്തതൊക്കെ പഠിപ്പിച്ചിരിക്കുന്നു. ഇവിടെ തഫ്സീർ ഖുർത്തുബിയിൽ നമുക്ക് കാണാം അല്ലദീ അല്ലമ ബിൽ ഖലം യഅനി അൽ ഖത്ത വൽ കിതാബ, എഴുത്തും വരയും, അഥവാ അക്ഷരങ്ങൾ കൊണ്ടുള്ള എഴുത്താകട്ടെ വരകൾ കൊണ്ടുള്ള എഴുത്താകട്ടെ രണ്ടും ഭാഷയിൽ ഉപയോഗിച്ചിരുന്നു. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിരിക്കുന്നു. അഥവാ ഐ അല്ലമൽ ഇൻസാന അൽ ഖത്ത ബിൽ ഖലം, പേന കൊണ്ട് മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതാൻ പഠിപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് ഖതാദ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഒരു ഖൗല് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഉദ്ധരിക്കുന്നു. അൽ ഖലമു നിഅമത്തുൻ മിനല്ലാഹി തആല അദീമ, അല്ലാഹുവിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും മഹത്തായ ഒരു നിഅമത്താണെന്ത്? കലം, പേന. ലൗലാ ദാലിക ലം യഖും ദീനുൻ, പേനല്ലെങ്കിൽ മതത്തിന് തന്നെ നിലനിൽപ്പില്ല. മതം നിലനിൽക്കൂല പേനല്ലെങ്കിൽ. ഒരൊറ്റ തെളിവ് ഞാൻ പറഞ്ഞുതരട്ടെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവാണ് ഖുർആനിന് ഒരു മുസ്ഹഫിൽ ക്രോഡീകരിച്ചത്. അങ്ങനെ ക്രോഡീകരിക്കാനുള്ള പശ്ചാത്തലം എന്താണ്? അതെ, ഹാഫിളീങ്ങളായ ആളുകളൊക്കെ മരണപ്പെട്ടു പോകുന്നു. അങ്ങനെ ഖുർആനില്ലെങ്കിൽ പിന്നെ ദീനുണ്ടോ? ഇല്ല. അപ്പൊ അതിനെന്തേ വേണുള്ളൂ? എഴുതാൻ നിൽപ്പില്ല. ഇല്ല. ഉദാഹരണത്തിന് പരിശുദ്ധ ഖുർആനിൽ സൂറത്തു തൗബയിൽ ബറാഅത്തും മിനല്ലാഹി വറസൂലിഹി ഇലല്ലദീന ആഹദ്തും മിനൽ മുശ്രിക്കീൻ ഫസീഹു ഫിൽ അർളി അർബഅത അശ്ഹുരിൻ വഅലമു അന്നകും ഗൈറു മുഅ്ജിസില്ലാഹ് വഅന്നല്ലാഹ മുഖ്സിൽ കാഫിരീൻ وأذان من الله ورسوله إلى الناس يوم الحج الأكبر أن الله بريء من المشركين ورسوله. അല്ലാഹു സുബ്ഹാനഹു വ തആലയും റസൂലും മുശ്രിക്കുകളിൽ നിന്ന് എന്തായിരിക്കുന്നു? വിട്ടുനിന്നിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. ഒരാളെടുത്ത് അദ്ദേഹം ഇങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം ഖുർആൻ ഓതുകയാണ്. ഫത്ഹും കസ്റും ഇല്ലാത്ത ഖുർആനാണ് ഓതുന്നത്. അന്നല്ലാഹ ബരീഉം മിനൽ മുശ്രിക്കീന വറസൂലിഹി എന്നാ ഓതിയത്. അല്ലാഹു മുശ്രിക്കുകളെയും റസൂലിനെയും ഒഴിവാക്കിയിരിക്കുന്നു എന്നാണ്. അല്ലാഹു മുശ്രിക്കുകളെയും റസൂലിനെയും ഒഴിവാക്കിയിരിക്കുന്നു. കാരണം ഫത്ഹും കസ്റും ഇല്ലാത്തതുകൊണ്ട് അതിങ്ങനെ ഓതാം. അപ്പോ കൃത്യമായ ഹിഫ്ള് ഇല്ലെങ്കിൽ തെറ്റിക്കും. ഇത് കണ്ടപ്പോഴാണ് ഈ ലമ്മും കസ്റും ഒക്കെ അത്യാവശ്യമാണെന്ന് തോന്നുകയും അങ്ങനെ പണ്ഡിതന്മാർ അതിനുവേണ്ടി മെനക്കെടുകയും അവർ ഫത്ഹ്, കസ്ർ, ലമ്മ്, സുക്കൂനു തുടങ്ങിയ സംവിധാനങ്ങൾ ഖുർആനിൽ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ തന്നെ പല സക്കാഫിമാരും ലമ്മ് കസ്റാക്കാനും ഫത്ഹ് കസ്റാക്കാനും ഒക്കെ ശ്രമിക്കുന്നില്ലേ? വളരെ എളുപ്പത്തിൽ സാധിക്കുമായിരുന്നു. അതാണ് പറഞ്ഞത്, പേനല്ലെങ്കിൽ മതം ഉണ്ടാകുമായിരുന്നില്ല. വലം യസ്ലുഹ് ഐഷുൻ, പോകട്ടെ ജീവിതം തന്നെ മര്യാദക്ക് കൊണ്ടുപോവാൻ എഴുത്തില്ലെങ്കിൽ സാധ്യമല്ല. ഫദല്ല അലാ കമാലി കറമിഹി സുബ്ഹാനഹു ബിഅന്നഹു അല്ലമ ഇബാദഹു മാ ലം യഅലമു വനഖലഹും മിൻ ളുലുമത്തിൽ ജഹ്ലി ഇലാ നൂരിൽ ഇൽമി വനബ്ബഹ അലാ ഫദ്ലി ഇൽമിൽ കിതാബ ലിമാ ഫീഹി മിനൽ മനാഫിഇൽ അളീമ. അതിൽ നിന്ന് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന മഹത്തായ അനുഗ്രഹം നമ്മളെ പ്രകാശത്തിൽ നിന്ന് അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവരാനും
അതുപോലെ മറ്റു ഒട്ടനവധി ഉപകാരങ്ങൾ നമുക്ക് ലഭിക്കുവാനും ആവശ്യമായിട്ടുള്ള സംഗതി. അതാണ് പേന, കലം. അപ്പൊ ഈ രണ്ട് സംവിധാനങ്ങളെക്കുറിച്ചാണ് മനുഷ്യ സൃഷ്ടിപ്പുമായി ബന്ധപ്പെടുത്തി അള്ളാഹു സംസാരിക്കുന്നത്. ഒന്ന് വായന, എഴുതിയാൽ എന്ത് ചെയ്യണോ? വായിക്കാൻ പറ്റണം. ഒരാൾക്ക് വായിക്കാൻ അറിയില്ലെങ്കിൽ എഴുതപ്പെട്ടത് അയാൾക്ക് വല്ല ഉപകാരം ചെയ്യോ? ഒരു ഉപകാരം ചെയ്യില്ല. അപ്പോൾ എഴുതണം, വായിക്കണം, അല്ലെങ്കിൽ വായിക്കുന്നത് കേൾക്കണം. ഇങ്ങനെയാണ് ഇൽമ നേടുക. അപ്പൊ അന്ധന്മാരായ ആളുകൾക്ക് വായിക്കാൻ പറ്റൂലല്ലോ എന്ന് ചോദിക്കണ്ട. മറ്റൊരാളെ കൊണ്ട് വായിച്ച് കേൾക്കലോ അല്ലെങ്കിൽ അവരുടേതായ സംവിധാനത്തിൽ ഒരു വായന ഉണ്ട്. ഇപ്രകാരം വിജ്ഞാന സമ്പാദനത്തിന്റെ രണ്ട് മാർഗാണ്. ഒന്ന് പേനയും മറ്റൊന്ന് വായനയും. ഇംഗ്ലീഷ് പറയാറുണ്ട് നോ പെൻ നോ ഗെയിൻ. പേനല്ലെങ്കിൽ ഒരു നേട്ടവുമില്ല. പേന വേണം, അത് എഴുതണം, അത് വായിക്കണം. ഇത് രണ്ടും കൂടിയാകുമ്പോഴാണ് വിജ്ഞാനം ഉണ്ടാകുന്നത്. അല്ലമൽ ഇൻസാന മാലം യഅലം എന്ന് മൊത്തത്തിൽ അത് പറഞ്ഞുകൊണ്ട് അള്ളാഹു അവസാനിപ്പിക്കുകയാണ്. മനുഷ്യൻ അറിയാത്തതൊക്കെ ആര് പഠിപ്പിച്ചിരിക്കുന്നു? അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചിരിക്കുന്നു. ഇവിടെയും മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്നിടത്തിൽ അള്ളാഹു ഒരു അധ്യാപകന്റെ സ്ഥാനത്ത് നിന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു മുഅല്ലിമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിക്കുന്നു. ഇനി അള്ളാഹുവിന് അങ്ങനെ ഒരു പേര് ഇല്ലട്ടോ, ഞാൻ പറയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിക്കുന്നു. അള്ളാഹുവാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മൾ പഠിക്കുന്നു. അർ-റഹ്മാനു അല്ലമൽ ഖുർആന ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. പരമകാരുണ്യകനായ അള്ളാഹു എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് എന്താണെന്നറിയോ? അല്ലമൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിച്ചു. അതാണ് അവന്റെ കാരുണ്യം. അവർ റഹ്മാനായതിന്റെ ഒരു കാരണം ഖുർആൻ പഠിപ്പിച്ചു എന്നതാണ്. ഖലഖൽ ഇൻസാന, മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. അല്ലമഹുൽ ബയാൻ, അവന് ബയാനും പഠിപ്പിച്ചിരിക്കുന്നു. ഈ ബയാൻ എന്ന് പറഞ്ഞാൽ സംസാരം, എല്ലാ നിലക്കുള്ള ബയാൻ. അപ്പൊ ഖുർആനിന്റെ ബയാനും അതിൽപ്പെട്ടു. ഖുർആനിന്റെ ബയാനും അതിൽപ്പെട്ടു. അതും ആരാ പഠിപ്പിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. ഫൈദാ ഖറഅനാഹു ഫത്തബി ഖുർആന സുമ്മ ഇന്ന അലൈനാ ബയാനഹു. ഞാൻ ഖുർആൻ ഓതിത്തന്ന ഖിറാഅത്തിനെ പിൻപറ്റണം, പിന്നീട് അത് വ്യാഖ്യാനിച്ചു തരുന്നതും എന്റെ ബാധ്യതയാണ്. അപ്പൊ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മളാണ് ആര്? പഠിതാക്കൾ നമ്മളാണ്. അപ്പൊ മനുഷ്യനെ അറിവില്ലാത്തതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ പഠിച്ചില്ലെങ്കിലോ? അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ സൃഷ്ടിച്ച ഏറ്റവും മഹത്തായ ആ ലക്ഷ്യം ഇല്ലാതെയാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വിജ്ഞാനം നേടുക എന്നത്, അറിവ് നേടുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇനി പരിശുദ്ധ ഖുർആനിലൂടെ, പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെ നിങ്ങളൊന്ന് സഞ്ചരിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. എല്ലാ ഫിത്നകളുടെയും, എല്ലാ ഫസാദുകളുടെയും, എല്ലാ പരാജയങ്ങളുടെയും, എല്ലാ ദൗർഭാഗ്യങ്ങളുടെയും കാരണക്കാരൻ അറിവില്ലായ്മയാണ്. ഏതാനും ചില ആയത്തുകൾ ഞാൻ കോട്ട് ചെയ്ത് കൊണ്ടുവന്നു നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ. സൂറത്തുൽ ബഖറയിൽ നമുക്ക് കാണാം, യഹൂദന്മാർ സ്വന്തം കൈകൾ കൊണ്ട് വേദം എഴുതിണ്ടാക്കും, ഇത് അള്ളാഹുവിന്റെ അടുത്തുനിന്നാന്ന് പറയും. അതുപോലെ തന്നെ വേദവാക്യങ്ങളിൽ ചിലത് അവർ മറച്ചുവെക്കും. എന്നിട്ട് പറയൂതാ കിതാബിൽ അങ്ങനെ ഉള്ളത് നിങ്ങൾ അവിടെ പറയരുത് ട്ടോ. പിന്നെ നമുക്കെതിരൊരു ഹുജ്ജത്താവും. അതെപ്പോഴാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് തൗറാത്തിൽ വന്ന ചില പരാമർശങ്ങൾ പ്രവാചകന്റെ അടുത്ത് വെച്ച് ചില യഹൂദന്മാർ പറഞ്ഞു. അപ്പൊ അവരെ സ്വകാര്യമായിട്ട് വിളിച്ചുകൊണ്ടുപോയിട്ട് പറയാ അത് ഇവിടെ പറയരുത്. കാരണം വേദത്തിൽ അതുള്ളത് പറഞ്ഞാൽ അത് നമുക്കതൊരു ഹുജ്ജത്തായിരിക്കും. അതുകൊണ്ട് തൽക്കാലം അത് മിണ്ടണ്ടാന്ന്. അത് അന്നൊന്നൊക്കെ അതുപോലുള്ള സംഭവങ്ങൾ നമുക്ക് ഇഷ്ടം പോലെ കാണാം. ഇങ്ങനെ പറ്റിക്കാൻ സാധിക്കാനുള്ള ഒരു കാരണം വമിൻഹും ഉമ്മിയൂന ലാ യഅലമൂനൽ കിതാബ ഇല്ലാ അമാനിയ വഇൻഹും ഇല്ലാ യളുന്നൂൻ. അതിന് കാരണം പൊതുസമൂഹത്തിൽ ഒരു വിഭാഗത്തിന് വേദഗ്രന്ഥത്തെക്കുറിച്ച് ചില വ്യാമോഹങ്ങളും ജൽപ്പനങ്ങളും അല്ലാതെ ഒന്നും അറിയില്ല. ഖുർആൻ അറിയാത്തൊരു സമൂഹത്തെ എന്തും പറഞ്ഞു പറ്റിച്ചൂടെ? ഖുർആന്റെ അർത്ഥം തന്നെ പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആ സമൂഹത്തെ ഏതെല്ലാം വഴിക്ക് കൊണ്ടുപോവാം? അപ്പോൾ വേദത്തിലും അതുപോലുള്ള സംഗതികളിലുമുള്ള മനുഷ്യന്റെ വിജ്ഞാനക്കുറവ് കൊണ്ടാണ്
അവനെ അബദ്ധത്തിൽ ചാടിക്കാൻ മറ്റുള്ളവർക്ക് സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മറ്റുള്ളവരോടും പറയാറുണ്ടായിരുന്നു, നിങ്ങൾ തൗറാത്തിന്റെ ഭാഷ പഠിക്കണം, യഹൂദന്മാർ നിങ്ങളെ വഞ്ചിക്കാതിരിക്കാൻ എന്ന് ഉള്ള ചില റിവായത്തുകൾ ഞാൻ വായിച്ചതായി ഓർക്കുന്നു. അപ്പൊ ആളുകൾ പറ്റിക്കാതിരിക്കണമെങ്കിൽ നമുക്കതിൽ എന്ത് വേണം? അറിവ് വേണം, വിജ്ഞാനം വേണം. അപ്പൊ അറിവില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അതുപോലെ തന്നെ വഖാലത്തിൽ യഹൂദു ലൈസത്തിൻ നസാറ അലാ ഷൈ വഖാലത്തിൻ നസാറ ലൈസത്തിൽ യഹൂദു അലാ ഷൈ. ക്രിസ്ത്യാനികൾ പറയൂ യഹൂദന്മാർ ഒന്നുമല്ല, അവര് ശരിയല്ല. യഹൂദന്മാർ പറയും ക്രിസ്ത്യാനികൾ ശരിയല്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയല്ല. പക്ഷെ ആരാണ് ശരി എന്നത് അവരറിയുന്നുമില്ല. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തർക്കിക്കാനുള്ള കാരണം കദാലിക ഖാലല്ലദീന ലാ യഅലമൂന മിസ്ല ഖൗലിഹിം. മുമ്പ് വിവരമില്ലാത്തവർ പറഞ്ഞതുപോലെ ഇവരും പറയാണ്. വിവരമില്ലാത്ത ആളുകൾ പലതും പറഞ്ഞു, അതിവർ ആവർത്തിക്കുന്നു. അങ്ങനെ ഓരോ വിഭാഗവും മറുവിഭാഗത്തെ പഴിചാരുന്നു എന്നല്ലാതെ യഥാർത്ഥത്തിൽ ഇതിന്റെ നസ്സ്, ഇതിന്റെ ശരി എന്താണെന്ന് അവർ കണ്ടെത്തുന്നില്ല. അതുപോലെ തന്നെ ചില ആളുകൾ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വതആല എന്തുകൊണ്ടാണ് ഞങ്ങളടുത്തേക്ക് ഇറങ്ങി വരാത്തത്? അള്ളാഹു പറയുന്നു വഖാലല്ലദീന ലാ യഅലമൂൻ, വിവരമില്ലാത്തത് കൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. വേറെ ചില ആളുകൾ പറഞ്ഞു, ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരെ മാത്രമേ പിൻപറ്റുകയുള്ളൂ, വാപ്പാര് ചെയ്തതേ ഞങ്ങൾ ചെയ്യുകയുള്ളൂ. സൂറത്തുൽ മാഇദയിൽ അള്ളാഹുവിന്റെ ചോദ്യം, അവലൗ കാന ആബാഉഹും ലാ യഅലമൂന ശൈഅൻ വലാ യഹ്തദൂൻ, നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഒരു വിവരവുമില്ലെങ്കിലും നിങ്ങൾ അവരെ പിൻപറ്റുമോ? അപ്പോൾ പിന്തുടരപ്പെടേണ്ടത് വിജ്ഞാനത്തെയാണെന്നും, വിജ്ഞാനമില്ലെങ്കിൽ അത് വാപ്പാരാണെങ്കിലും ശരി വല്യാപ്പാരാണെങ്കിലും ശരി അവരെ പിന്തുടരുന്നത് ശരിയല്ല എന്നും പരിശുദ്ധ ഖുർആൻ പറയുന്നു. ഇങ്ങനെ തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കുന്നിടത്ത് പരലോകത്തിൽ നഷ്ടം സംഭവിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടങ്ങളിലൊക്കെ പരിശുദ്ധ ഖുർആൻ ഉപയോഗിക്കുന്ന പദം നിങ്ങൾക്ക് ഖുർആൻ ഓതുമ്പോൾ കാണാം, വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. മനുഷ്യരിൽ ബഹുഭൂരിപക്ഷത്തിനും അറിവില്ല, വിവരമില്ല. അറിവില്ലാത്തത് കൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ, അവരിൽ ബഹുഭൂരിപക്ഷത്തിനും അറിവില്ല. പരിശുദ്ധ ഖുർആൻ പറയുന്നത് വലാ തത്തബിഅൻ സബീലല്ലദീന ലാ യഅലമൂൻ. മൂസാ നബിയോടും ഹാറൂൻ നബിയോടും പറഞ്ഞാണ്, വിവരമില്ലാത്തവരെ നിങ്ങൾ ഇത്തിബാഇ ചെയ്യരുത്, അറിവില്ലാത്തവരെ ഇത്തിബാഇ ചെയ്യുവാൻ പാടില്ല, അറിവുള്ളവരെയാണ് ഇത്തിബാഇ ചെയ്യേണ്ടത്. ഇങ്ങനെ തുടങ്ങി പരിശുദ്ധ ഖുർആനിൽ ധാരാളം വചനങ്ങളിൽ ഓരോ പരാജയവും ഓരോ മനുഷ്യന്റെ, ഓരോ വ്യക്തിയുടെ, ഓരോ ഗ്രൂപ്പിന്റെ, ഓരോ സമൂഹത്തിന്റെ അധപ്പതനത്തെക്കുറിച്ച് പറഞ്ഞിടത്തിലൊക്കെ അള്ളാഹു ഒരു കാരണമായി പറഞ്ഞത് അവന് മനുഷ്യന് വിവരമില്ലാത്തത് കൊണ്ടാണ് എന്ന കാര്യമാണ്. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് മറ്റൊരു പ്രയോഗം കാണാം. ഉദാഹരണത്തിന് ومن الناس من يجادل في الله بغير علم ولا هدى ولا كتاب منير. അല്ലാഹുവിന്റെ ദീനിന്റെ കാര്യത്തിൽ തർക്കിക്കുന്നത് കാണാം. എന്താണ് അവർ തർക്കിക്കാനുള്ള കാരണം? ബിഗൈരി ഇൽമിൻ, വിവരമില്ലാത്തത് കൊണ്ടാണ്. വേറെ ചില ആളുകൾ മതത്തിൽ പുതിയത് കെട്ടിച്ചമയ്ക്കുന്നു. ഫമൻ അളലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബൻ ലിയുദില്ല അന്നാസ ബിഗൈരി ഇൽമിൻ, അറിവില്ലാതെ ജനങ്ങളെ വഴിപിഴപ്പിക്കാൻ വേണ്ടി. അപ്പോൾ ആളുകളെ വഴിപിഴപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? അറിവില്ലാത്തത് കൊണ്ടാണ്. അറിവില്ലാത്തവൻ സ്വയം പിഴയ്ക്കും. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ഫവല്ലു വഅളല്ലു, സ്വയം തെറ്റി മറ്റുള്ളവരെ വഴിതെറ്റിച്ചു. അപ്പൊ ദീനിൽ തർക്കം നടത്തുക, മറ്റുള്ള ആളുകളെ വഴിപിഴപ്പിക്കുക, ഇതെല്ലാം ഉണ്ടാവാനുള്ള കാരണം എന്താണ്? വിജ്ഞാനമില്ലായ്മയാകുന്നു. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല വേറൊരു പ്രയോഗം ഖുർആനിൽ കാണാം, വലാകിന്ന അക്സറഹും യജ്ഹലൂൻ, അവരിൽ ബഹുഭൂരിഭാഗവും ജാഹിലുകളാണ്, വിവരമില്ലാത്തവരാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ അറിവില്ലായ്മ, ജഹാലത്ത് അമ്പിയാക്കൾ പോലും ഭയപ്പെട്ടൊരു വിഷയം. അമ്പിയാക്കൾ എങ്ങനെയാ ജഹാലത്ത് ഭയപ്പെടുക? കാരണം ഇൽമ് ആകാശത്തുനിന്ന് വരികയാണ് അവർക്ക്, നമ്മളെ പോലെയല്ല. നമുക്ക് പഠിക്കണം, പുസ്തകങ്ങൾ നോക്കണം, ഉലമാക്കളുടെ അടുത്ത് ചെല്ലണം. എന്നാൽ അമ്പിയാക്കളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു വഹയിലൂടെ ഇൽമ അറിയിക്കുകയാണ് ചെയ്യുക. വജഅൽനാഹും അഇമ്മതൻ യഹ്ദൂന ബിഅംരിനാ വഔഹൈനാ ഇലൈഹിം ഫിഅലൽ ഖൈറാത്തി വഇഖാമസ് സ്വലാഹ് വഈതാഅസ് സകാത്ത് വകാനൂ ലനാ ആബിദീൻ. അവരെ നാം അഇമ്മത്തുകളാക്കിയിരിക്കുന്നു, അമ്പിയാക്കളെ.
വഔഹൈനാ ഇലൈഹിം ഫിഅലൽ ഖൈറാത്ത്, സൽക്കർമ്മങ്ങൾ അവർക്ക് നാം എന്ത് ചെയ്തു കൊടുക്കുകയാണ്? വഹിയായി നൽകുകയാണ്. പക്ഷേ ആ അമ്പിയാക്കൾ പോലും ജീവിതത്തിലെ നിസ്സാരമായ അബദ്ധങ്ങൾ, ക്രമം തെറ്റിയ ചലനങ്ങളെ ജഹാലത്തായിട്ടാണ് കണ്ടത്. ഉദാഹരണത്തിന് 2-3 ഉദാഹരണങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. വഇദ് ഖാല മൂസാ ലിഖൗമിഹി ഇന്നല്ലാഹ യഅ്മുറുകും അൻ തസ്ബഹു ബഖറ ഖാലൂ അതത്തഖിദുനാ ഹുസുവ ഖാല അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഒരു പശുവിനെ അറക്കാൻ നിങ്ങളോട് അല്ലാഹു കൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ അവർ ചോദിക്കാണ്, അതത്തഖിദുനാ ഹുസുവ, നീ ഞങ്ങളെ തമാശയാക്കുകയാണോ? ഉടനെ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രതികരണം, അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ, ഞാനൊരു ജാഹിലാവുന്നതിൽ നിന്നും അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നു. പടച്ചറബിനോട് കാവൽ ചോദിക്കേണ്ട വിഷയമാണെന്ത്? ജഹാലത്ത്. കാരണം ഈ ജനത അദ്ദേഹത്തോട് ചോദിക്കുന്ന തമാശാക്കാണെന്നോ? ഒരു പ്രവാചകന് തമാശല്ല. വമാ ഹുവ ബിൽ ഹസിൽ, അമ്പിയാക്കൾക്ക് തമാശല്ല, അവർ കാര്യേ പറയുള്ളൂ. അപ്പൊ അദ്ദേഹം പറയാണ്, ഒരു തമാശ എന്റെ ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ അത് ജഹാലത്താണ്. ദീനീ വിഷയങ്ങൾ ഗൗരവപൂർവം ചർച്ച ചെയ്യേണ്ട ആളുകൾ തമാശ കളിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ദീനീ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു നിലക്കും അവർ തമാശ, ദീനിനെ തമാശാക്കാനേ പാടില്ല. അപ്പൊ ചില ആളുകൾ പറയും മനഃപൂർവ്വമല്ലാന്ന്. തമാശന്റെ ഹുക്കുമൻ എന്താ? അത് മനഃപൂർവ്വമല്ലാന്ന്. അതാണല്ലോ തമാശ. അതുകൊണ്ടാണ് ഖുർആൻ ഞങ്ങൾ കളിയാക്കുകയായിരുന്നു, തമാശയാക്കുകയായിരുന്നു എന്ന് പറഞ്ഞവരെ ഖുർആൻ ഖണ്ഡിച്ചു. കാരണം അവർ പറഞ്ഞു എന്താണ്? ഇന്നാ കുന്നാ നഖൂദു വനൽഅബ്, ഞങ്ങൾ വെറുതെ ഒരു തമാശ ആക്കിയതാണ് നബിയെ. മുനാഫിക്കുകളായ ചില ആളുകൾ സഹാബികളെ കുറിച്ച് മോശമായി പറഞ്ഞതാ. അപ്പൊ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോ അവര് പറയാണ്, അത് ഞങ്ങൾ നഖൂദു വനൽഅബ്, ഞങ്ങളൊരു കളിതമാശ പറഞ്ഞാണ്. അപ്പൊ അള്ളാഹുവിന്റെ തിരിച്ചുള്ള ചോദ്യം, ഖുൽ അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുൻതും തസ്തഹ്സിഊൻ, നിങ്ങൾക്ക് കളിയാക്കാനും തമാശയാക്കാനും കണ്ടത് അള്ളാഹുവിനെയാണോ, അള്ളാഹുവിന്റെ വചനങ്ങളെയാണോ, വറസൂലിഹി അള്ളാഹുവിന്റെ റസൂലിനെയാണോ നിങ്ങൾ തമാശാക്കുന്നത്? വേറെ വിഷയങ്ങളില്ലേ നിങ്ങൾക്ക് എന്നാണ് ആ ചോദ്യം. അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുൻതും തസ്തഹ്സിഊൻ ലാ തഅ്തദിറു, ഒരു ഉദുറും പറയണ്ട, ഒരു ഉദുറും പറയണ്ട. ഖദ് കഫർതും ബഅദ ഈമാനിക്കും, നിങ്ങളുടെ ഈമാനിന് ശേഷം നിങ്ങൾ കാഫിറുകളായിരിക്കുന്നു. അതുകൊണ്ടാണ് നവാഖിദുൽ ഇസ്ലാം, ഇസ്ലാമിനെ മുറിച്ചു കളയുന്ന പല വിഷയങ്ങളുണ്ട്. 8ഓളം കാര്യങ്ങൾ ഇസ്ലാമിനെ, 10ഓളം കാര്യങ്ങൾ ഇസ്ലാമിനെ മുറിച്ചു കളയും. അതിലൊന്നെന്താണ്? ഇസ്തിഹ്സാഉൻ ബിദീനില്ലാഹ്, അള്ളാഹുവിന്റെ ദീനിനെ കളിയാക്കലാണ്. അപ്പൊ ഒരാൾ പറയാ കാര്യത്തിലല്ല ഞാനത് ചെയ്തതെന്ന്. കാര്യത്തിലല്ലാത്തതിനാണല്ലോ കളി എന്ന് പറയാ, തമാശ. പക്ഷേ തമാശന്റെ അസിൽ എന്ന തമാശയാണ്. അതുകൊണ്ട് തന്നെ അത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല, ദീനി വിഷയത്തിൽ പ്രത്യേകിച്ചു. അതുകൊണ്ടാണ് തത്തഖിദുനാ ഹുസുവ, താങ്കൾ തമാശാക്കാണോ? അള്ളാഹു ഒരു പശുവിനെ അറക്കാൻ പറഞ്ഞിരിക്കുന്നു പറഞ്ഞാൽ അത് മതപരമായ ഒരു ഹുക്കുമാ, അവിടെ തമാശന്റെ പ്രശ്നമല്ല. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ, ഞാൻ ജാഹിലുകളിൽ പെട്ടുപോകുന്നതിൽ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നു. അങ്ങനെയുള്ള തമാശകളൊന്നും എൻ്റെ അടുത്തുനിന്ന് ഉണ്ടാവുകയില്ല, ഇത് ദീനാണ് എന്നാണ് ആര് പറയുന്നത്? മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്. അപ്പോൾ ഒരു മതപണ്ഡിതൻ, അതല്ലെങ്കിൽ ജനങ്ങളെ ദഅവത്തിലേക്ക് നടത്തുന്ന ഒരു വ്യക്തി ദീനീ വിഷയങ്ങളിൽ തമാശ പാടില്ല. അങ്ങനെ ചെയ്താൽ അവൻ ജാഹിലാണ് എന്ന് ഈ ആയത്തിൽ തെളിവുണ്ട്. അവൻ ആലിമല്ല, പിന്നെ അവൻ ശുദ്ധ ജാഹിലാണ്. അമ്പിയാക്കൾ അതിനെ ഭയപ്പെട്ടു. അവർ അള്ളാഹുവിനോട് അതിൽ നിന്ന് കാവൽ ചോദിച്ചു. അതുപോലെ തന്നെ മഹാനായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹം മകനെ അള്ളാഹുവെ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞു. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, നൂഹ് നബി ഒരു പ്രളയം വരാൻ പോകുന്നുണ്ട്, താങ്കളെയും താങ്കളുടെ അഹിലുകാരെയും ഞാൻ എന്ത് ചെയ്യും? രക്ഷപ്പെടുത്തുന്നു. അപ്പൊ മകൻ മുങ്ങി മരിക്കുമ്പോൾ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ആ വാക്കിലൊന്ന് പിടിച്ചു നോക്കി. അള്ളാഹുവേ ഇന്ന ബിനി മിൻ അഹ്ലി, നിന്റെ മോൻ നിന്റെ കുടുംബല്ലേ, അതിലും വലിയൊരു കുടുംബം വേറെ ഏതാ? ഇന്ന ബിനി മിൻ അഹ്ലി വ ഇന്ന വഅദകൽ ഹഖ് വ അൻത അഹ്കമുൽ ഹാക്കിമീൻ, നിന്റെ കരാറ് സത്യമല്ലേ റബ്ബേ, അതുകൊണ്ട് തന്നെ എന്റെ മകനെ രക്ഷപ്പെടുത്തണേ എന്നാണ് ആ പറഞ്ഞത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മറുപടി,
ഖാല യാ നൂഹു ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, അത് നിന്റെ കുടുംബക്കാരനല്ല. സ്വന്തം മകനെ കുറിച്ച് അള്ളാഹു പറയാണ്, നിന്റെ അഹ്ലിൽപ്പെട്ടവനല്ല. ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്, താങ്കൾ ചെയ്ത ഈ പണി എന്തല്ല, അത് ഗൈറു സാലിഹാണ്, ശരിയായില്ല. ഫലാ തസ്അൽനി മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്നി അഅദുക അൻ തകൂന മിനൽ ജാഹിലീൻ. താങ്കൾക്ക് അറിവില്ലാത്തത് താങ്കൾ എന്നോട് ചോദിക്കരുത്. താങ്കൾ ഒരു ജാഹിലാവാതിരിക്കാൻ ഞാൻ താങ്കൾക്ക് ഉപദേശം നൽകുന്നു. അള്ളാഹു പറയാൻ, ഇന്നി അഅദുക, ഞാൻ നിന്നെ ഉപദേശിക്കുന്നു, അൻ തകൂന മിനൽ ജാഹിലീൻ, നീ ജാഹിലാവരുത് കേട്ടോ. ഉലുൽ അസ്മിന്റെ പ്രവാചകനായ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം എങ്ങനെയാ ജാഹിലാവുക? ഒരു അംബിയ, ഒരു നബി തന്റെ മക്കാമിന് താൻ ഏതൊരു ദൗത്യമാണോ നിർവഹിക്കുന്നത് അതിന് അനുയോജ്യമല്ലാത്ത ഒരു വിഷയം സംസാരിച്ചാൽ അത് ജഹിലാണ്. അപ്പോ ഇതിന് ജഹില് എന്ന് പറയെങ്കിൽ നമ്മുടെയൊക്കെ ജഹാലത്തിന് എന്ത് പറയണം എന്ന് നമ്മൾ ചിന്തിക്കുക. അതിന് അറബി ഭാഷയിൽ വേറെന്തെങ്കിലും വാക്ക് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ജഹാലത്തായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ സൂറത്തു അൻആമിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അല്ലാഹു ഇതേ വാക്ക് പറയുന്നുണ്ട്. കാരണം അത് നമുക്കൊക്കെ ഒരു പാടുള്ള വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജനങ്ങൾ എല്ലാവരും മുസ്ലിമീങ്ങളാവാത്തതിലുള്ള വിഷമം, കാരണം ഇത് ഹക്കാണ് എന്ന് ബോധ്യപ്പെടുന്ന ആൾക്ക് ഇതിനെ നിഷേധിക്കുന്ന ആളുകളെ കാണുമ്പോൾ വല്ലാതെ ബേജാറാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പലപ്പോഴും ഖുർആൻ തന്നെ പറഞ്ഞതുപോലെ ലഅല്ലക ബാഖിഉൻ നഫ്സക അല്ലാ യകൂനു മുഅ്മിനീൻ, അവർ വിശ്വാസികളാവാത്തതിന്റെ പേരിൽ താങ്കളെ തന്നെ അപകടത്തിൽപ്പെടുത്തിയേക്കാൻ പോയി എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജീവിതം അവസാനിപ്പിച്ചു കളഞ്ഞാലോ എന്ന് തോന്നിയെന്ന് ചില തഫ്സീറുകളിൽ കാണാം, ഈ ആയത്തിന്റെ തഫ്സീറിൽ. അതിനുള്ള കാരണം എന്താണ്? ജനങ്ങൾ വിശ്വാസികളാവാത്തത്. അപ്പൊ അല്ലാഹുവിന്റെ ആയത്ത് വഇൻ കാന കബറ അലൈക ഇറാദുഹും ഫഇൻ ഇസ്തതഅത അൻ തബ്തഗിയ നഫഖൻ ഫിൽ അർദി ഔ സുല്ലമൻ ഫിസ് സമാഇ ഫതഅതിയഹും ബിആയ വലൗ ശാ അല്ലാഹു ലജമഅഹും അലൽ ഹുദാ ഫലാ തകൂനന്ന മിനൽ ജാഹിലീൻ. നബിയെ, അവർ വിസമ്മതിക്കുന്നത് താങ്കൾക്ക് വലിയ വിഷമമായി തോന്നുന്നുവെങ്കിൽ താങ്കൾ എന്ത് ചെയ്യുക? ഒരു കോണി കൊണ്ടുവന്നിട്ട് ആകാശത്തേക്ക് കയറിപ്പോയിക്കോ, അല്ലെങ്കിൽ ഭൂമി കുഴിച്ചിട്ട് ഭൂമിക്കുള്ളിലേക്ക് പോയിട്ട് ഒരു ദൃഷ്ടാന്തം കൊണ്ടുവന്ന് കൊടുക്കുക അവരെ വിശ്വസിപ്പിക്കാൻ. താങ്കൾക്ക് അത്രക്കും അവർ വിശ്വസിച്ചേ തീരൂന്ന് നിർബന്ധമുണ്ടെങ്കിൽ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലൗ ഷാ അല്ലാഹു ലജമഅഹും അലൽ ഹുദാ, അല്ലാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഇവർക്കൊക്കെ ഹിദായത്ത് കൊടുക്കും, എല്ലാവരെയും ഒരേ വഴിയിലാക്കാൻ അല്ലാഹുവിന് കഴിയില്ലേ? കഴിയും. എന്നിരിക്കെ ഫലാ തകൂനന്ന മിനൽ ജാഹിലീൻ, താങ്കൾ ഒരു ജാഹിലുകളുടെ കൂട്ടത്തിൽ താങ്കൾ ഉൾപ്പെട്ടു പോവരുത്. അതുകൊണ്ട് അത്തരം ഒരു സമീപനം ഒഴിവാക്കണം. അള്ളാഹു നിശ്ചയിച്ചവർക്ക് അവന് ഹിദായത്ത് നൽകും. താങ്കളുടെ ദൗത്യം എന്താണ്? ഇൻ അലൈക ഇല്ലൽ ബലാഗ്, ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കലേ താങ്കളുടെ ദൗത്യമുള്ളൂ. അവർക്ക് ഹിദായത്ത് കൊടുക്കാൻ താങ്കൾക്ക് സാധ്യമല്ല. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്ന അല്ലാഹ യഹ്ദീ മൻ യശാ, തീർച്ചയായും താങ്കൾക്ക് ഇഷ്ടമുള്ളവരെ ഹിദായത്തിലാക്കാൻ താങ്കൾക്ക് കഴിയില്ല, അത് അല്ലാഹുവാണ് ചെയ്യുന്നത്. താങ്കൾ എന്ത് ചെയ്യുക? വമാ അലർ റസൂലി ഇല്ലൽ ബലാഗുൽ മുബീൻ, റസൂലുകളുടെ ദൗത്യം വ്യക്തമായി ജനങ്ങൾക്ക് കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നത് മാത്രമാകുന്നു. മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ നീചമായ പ്രവൃത്തിക്കു വേണ്ടി ആ വീട്ടിലെ ഭരണാധികാരിയുടെ ഭാര്യ ശ്രമിച്ചപ്പോഴും അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന, ഖാല റബ്ബിസ് സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി വഇല്ലാ തസ്രിഫ് അന്നി കൈദഹുന്ന അസ്ബു ഇലൈഹിന്ന വഅകും മിനൽ ജാഹിലീൻ. അല്ലാഹുവേ, ഇവർ വിളിക്കുന്ന ഈ ഒരു പ്രവൃത്തിയേക്കാൾ എനിക്കിഷ്ടം ജയിലിൽ പോയി കിടക്കലാണെന്ന്. അവിടെ ലറൂറത്തിന്റെ ഹാലില്ല, അവിടെ ജയിലിൽ പോയി കിടക്കലാണ് എനിക്കിഷ്ടം ഈ പ്രവൃത്തിയേക്കാൾ. അതല്ല ഇവരുടെ പ്രേരണക്ക് വഴങ്ങി ഞാനെങ്ങാനും അത് ചെയ്താൽ പിന്നെ ഞാൻ ജാഹിലാണ്, പിന്നെ ഞാൻ ആരാണ്? വഅകും മിനൽ ജാഹിലീൻ, ഞാൻ ജാഹിലുകളിൽ പെട്ടുപോകും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ജഹാലത്തുകൾ, അറിവില്ലായ്മകൾ, ആ അറിവില്ലായ്മ വലിയ അപകടം വരുത്തും. അമ്പിയാക്കളായ ആളുകൾ പോലും, നാം നേരത്തെ പറഞ്ഞ ഉലുൽ അസ്മിന്റെ പ്രവാചകന്മാർ, അവരൊക്കെ ഭയപ്പെട്ടത് എന്താണ്? അവർ ജാഹിലുകളാവുന്നതിനെ സംബന്ധിച്ചാണ്.
അതുകൊണ്ട് തന്നെ അള്ളാഹു സത്യവിശ്വാസികളോട് പറയുന്ന ഒരു വിഷയമുണ്ടെന്ത്? നിങ്ങൾ ജാഹിലുകളെ അല്ല ആഗ്രഹിക്കേണ്ടത്, പിന്നെ ആലിമുകളെയാണ് ആഗ്രഹിക്കേണ്ടത്. വഇദാ സമിഉൽ ലഗ്വ അഅറദു അൻഹു വഖാലൂ ലനാ അഅമാലുനാ വലക്കും അഅമാലുക്കും സലാമുൻ അലൈക്കും ലാ നബ്തഗിൽ ജാഹിലീൻ. സൂറത്തുൽ ഖസസിലായത്താണ്. ലഗ്വുകൾ, നിരർത്ഥകമായ സംസാരങ്ങൾ കേട്ടാൽ, അനാവശ്യമായ തർക്കവിതർക്കങ്ങൾ, ഇത് സത്യവിശ്വാസികളോട് അനാവശ്യമായി തർക്കിക്കാൻ യഹൂദ ക്രൈസ്തവരെ പോലെ, മുനാഫിക്കുകളെ പോലെ, കാഫറുകളെ പോലുള്ള ആളുകൾ വന്നപ്പോഴുള്ള പശ്ചാത്തലത്തിൽ ഇറങ്ങിയ ആയത്താണ്. അങ്ങനെയുള്ള സംസാരങ്ങൾ കേട്ടാൽ നിങ്ങൾ എന്ത് പറയണം? ലന അഅമാലുന വലക്കും അഅമാലുക്കും, നിങ്ങൾ നിങ്ങളുടെ പണി നിങ്ങൾക്ക്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു ആദർശവും കാര്യങ്ങളുണ്ട്. ലാ നബ്തഗിൽ ജാഹിലീൻ, ജാഹിലുകളെ ഞങ്ങൾ ഏതായാലും ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിയണം. ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅരിദ് അനിൽ ജാഹിലീൻ, നന്മ കൊണ്ട് കൽപ്പിക്കുക, വിട്ടുവീഴ്ച ചെയ്യുക, ജാഹിലുകളിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്യുക. ഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർളി ഹൗനൻ വഇദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമ. ജാഹിലുകളുമായിട്ട് സംസാരിക്കേണ്ടി വന്നാൽ സമാധാനത്തിന്റെ വാക്ക് പറഞ്ഞ് പിരിഞ്ഞ് പോരണം. ഇങ്ങനെയൊക്കെ പരിശുദ്ധ ഖുർആനിൽ ധാരാളം വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പരിശുദ്ധ ഖുർആൻ പറയുന്നത് മനുഷ്യ സമൂഹത്തിന്റെ അധപ്പതനത്തിന് മുഴുവനുള്ള കാരണം അവർക്ക് അറിവില്ലാത്തത് കൊണ്ടാണ്. അറിവില്ലായ്മ മൂലം അവർ സ്വയം പിഴയ്ക്കുകയും മറ്റുള്ളവരെ പിഴപ്പിക്കുകയും ചെയ്യുന്നു. ജഹാലത്ത് മനുഷ്യന് ഭൂഷണമല്ല. അമ്പിയാക്കൾ പോലും അതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കാവൽ ചോദിച്ചിരുന്നു. സമയത്രേ, ഒരു പോയിന്റ് കൂടി പറയാലോ? ഒറ്റ പോയിന്റ് കൂടി പറയട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഹ്സാബിൽ നമുക്കൊരു വചനം കാണാം. ഇന്നാ അറദ്നൽ അമാനത അലസ് സമാവാതി വൽ അർളി വൽ ജിബാലി ഫഅബൈന അൻ യഹ്മിൽനഹാ വഅശ്ഫഖ്ന മിൻഹാ വഹമലഹൽ ഇൻസാനു ഇന്നഹു കാന വലൂമൻ ജഹൂല. ഈ അമാനത്തിനെ നാം ആകാശത്തെ കാണിച്ചു, പർവ്വതത്തിന് കാണിച്ചു കൊടുത്തു, ഭൂമിക്കും കാണിച്ചു കൊടുത്തു. എന്ന് പറഞ്ഞത് ഏറ്റെടുക്കുമോ എന്ന് ചോദിക്കാണ്. ആകാശത്തിനോട് ചോദിച്ചു, നമ്മൾ ഇന്ന് മനുഷ്യൻ ഏറ്റെടുത്ത ദൗത്യമുണ്ടല്ലോ, നന്മ ചെയ്ത് സ്വർഗത്ത് പോവാം, തിന്മ ചെയ്ത് നരകത്തിൽ പോകാം. രണ്ടിനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്, രണ്ടിനുമുള്ള വഴികൾ അള്ളാഹു കാണിച്ചു തരികയും ചെയ്യും, ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഇതാണ് അമാനത്ത്. ഈ ഒരു കാര്യം ആകാശത്തിന് കാണിച്ചു കൊടുത്തു, ഭൂമിക്ക് കാണിച്ചു കൊടുത്തു, പർവ്വതങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. ഫഅബൈന, അവർ വിസമ്മതിച്ചു. അൻ യഹ്മിൽനഹ, അത് ഏറ്റെടുക്കാൻ. വഅശ്ഫഖ്ന മിൻഹ, പേടിച്ചിട്ടാണ് എന്ത് ചെയ്തത്? വഅശ്ഫഖ്ന മിൻഹ, അതിനെക്കുറിച്ച് പേടി തോന്നിയതാണ്, ആ അമാനത്തിനെ കുറിച്ച്. പക്ഷേ വഹമലഹൽ ഇൻസാൻ, മനുഷ്യൻ അത് ഏറ്റെടുത്തു. മനുഷ്യൻ പറഞ്ഞു, ഞാൻ ചെയ്തോളാം. ഇന്നഹു കാന വലൂമൻ ജഹൂല, അവൻ വാലിമും ജാഹിലുമായിരിക്കുന്നു. അവൻ വാലിമുമാണ്, ജാഹിലുമായിരിക്കുന്നു. നമ്മൾ യഥാർത്ഥത്തിൽ ഇൽമിന്റെ ആളുകളാണ് മനുഷ്യന്മാര്, മനുഷ്യനെ സൃഷ്ടിച്ചത് അങ്ങനെയാണ്. പക്ഷെ അവൻ ജാഹിലായി തീർന്നിരിക്കുന്നു അമാനത്ത് നിർവഹിക്കാതെ. അമാനത്തിൽ വീഴ്ച വരുത്തുന്നതിനാണ് എന്ത് പറയാ? ളുൽമ് എന്ന് പറയാം. ളുൽമ് എന്ന് പറഞ്ഞാൽ വളുഉ ശൈഇ ഫീ ഗൈരി മൗളിഇ, അതിന്റെ നിർവചനാണ്. ഒരു വസ്തുവിനെ അതിൻ്റെതല്ലാത്ത സ്ഥാനത്ത് വെക്കലാണ് ളുൽമ്. വലമ എന്ന വാക്കിന്റെ അർത്ഥതാണ്. ഒരു വസ്തുവിനെ വെക്കേണ്ട സ്ഥാനത്ത് അല്ലാതെ വെച്ചാൽ അതിനെന്ത് പറയും? ളുൽമ് എന്ന് പറയും. അപ്പോൾ അമാനത്ത് നിർവഹിക്കാതിരിക്കൽ ഒരു സംഗതി ചെയ്യേണ്ടിടത്ത് ചെയ്യാതിരിക്കലാണ്. അത് മനുഷ്യൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? പറയാൻ പാടില്ലാത്തത് പറയുന്നത്, പറയാൻ പാടുള്ളത് പറയാതിരിക്കുന്നത് ളുൽമാണ്. ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുന്നതും ചെയ്യാൻ പാടുള്ളത് ചെയ്യാതിരിക്കുന്നതും ളുൽമാണ്. കാരണം ഈ നിർവചനപ്രകാരം ഒരു സംഗതി ചെയ്യേണ്ട രൂപത്തിൽ ചെയ്യാതിരിക്കൽ ളുൽമാണ്, അക്രമമാണ്. ഇത് മനുഷ്യൻ അങ്ങനെ ആയിപ്പോയി. എന്താ കാരണം? അവൻ അമാനത്ത് നിർവഹിച്ചില്ല. അതിനുള്ള കാരണമായി ഖുർആൻ പറയുന്നത് ജഹൂല, അവൻ ജാഹിലായതുകൊണ്ടാണെന്ന്. അവൻ ജാഹിലുമാണ്, വാലിമു മാത്രമല്ല ജാഹിലുമാണ്.
ഈ രണ്ട് വചനങ്ങളെ ഇന്നഹു കാന ളലൂമൻ ജഹൂല, ഈ രണ്ട് വചനങ്ങൾ ഒത്തുവന്നതിലെ ഹിക്മത്ത് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് വളരെ മനോഹരമായി. അവർ പറയുന്നത്, അഹ്ലുൽ ഇൽമിൽപ്പെട്ട ആളുകൾ പറയുന്നത്, ലാലിമും ജാഹിലും അത് ഒരുമിച്ച് വരും എപ്പോഴും. കാരണം ഏതൊരു ളുൽമിലേക്കും മനുഷ്യനെ നയിക്കുന്നത് ജഹിലാണ്, അറിവില്ലായ്മയാണ്. അറിവില്ലായ്മ ഉള്ളിടത്തൊക്കെ എന്തുണ്ട്? ളുൽമുണ്ട്. അറിവില്ലായ്മ ഉള്ളിടത്തിലൊക്കെ ളുൽമുണ്ട്. അപ്പോൾ ഏതൊരു ജാഹിലും ലാലിമായിരിക്കും, ഏതൊരു ലാലിമും ജാഹിലുമായിരിക്കും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, മതത്തിൽ നല്ല അറിവുള്ള ഒരു പണ്ഡിതൻ അല്ലെങ്കിൽ നല്ലൊരു സാലിഹായ മനുഷ്യൻ, ഒരു സാലിഹായ മനുഷ്യൻ, അയാളുടെ ജീവിതത്തിൽ ഒരു ഉൽമ സംഭവിച്ചു, ഒരു തെറ്റ് സംഭവിച്ചു. അയാളൊരു ലാലിമാണോ അല്ലെങ്കിൽ അയാൾ ജാഹിലാണോ? അയാൾക്ക് സംഭവിച്ചത് ജഹാലത്താണോ? സാത്വികനായ വളരെ നല്ലൊരു മനുഷ്യൻ, പക്ഷെ അദ്ദേഹത്തിന് ഒരു അബദ്ധം പറ്റി, അത് ജഹാലത്താണോ? എന്താ മറുപടി? ആണ്. ആണ് എന്നല്ലേ മറുപടി? അതെ, അത് ജഹാലത്താണ്. പരിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് പറഞ്ഞത് അങ്ങനെയാണ്. ഇന്നമത് തൗബതു അലല്ലാഹി ലില്ലദീന യഅമലൂന സൂഅ ബിജഹാലത്തിൻ സുമ്മ യതൂബൂന മിൻ ഖരീബിൻ ഫഉലൈക യതൂബുല്ലാഹു അലൈഹിം. സൂറത്തുൻ നിസായിലെ ആയത്ത്. അല്ലാഹു തൗബ സ്വീകരിക്കുക ആരുടേതാണ്? യഅമലൂന സൂഅ ബിജഹാലത്തിൻ, ജഹാലത്തിന്റെ കാരണത്താൽ, അറിവില്ലായ്മ മൂലം തെറ്റ് ചെയ്ത ഒരാൾക്ക്, സുമ്മ യതൂബൂന മിൻ ഖരീബിൻ, പിന്നെ ഉടനെ തന്നെ അദ്ദേഹം എന്തും ചെയ്യുന്നുണ്ട്? തൗബയും ചെയ്യുന്നുണ്ട്. അപ്പൊ അറിവില്ലാതെ ഒരു തെറ്റ് ചെയ്ത ആൾക്കേ അള്ളാഹു തൗബ എന്ത് ചെയ്യുള്ളൂ? സ്വീകരിക്കുള്ളൂ. അപ്പൊ അറിവുള്ള ഒരാൾ തെറ്റ് ചെയ്താൽ അയാളുടെ തൗബ എന്ത് ചെയ്യും? അള്ളാഹു സ്വീകരിക്കുമല്ലേ? സ്വീകരിക്കും. അപ്പൊ പിന്നെ ഈ കണ്ടീഷൻ ബാത്തിലായോ? അതെ, അതെ. അതായത് ആ തിന്മ ചെയ്യുന്ന സമയത്ത് അയാൾ ജാഹില, ആ തെറ്റ് ചെയ്യുമ്പോൾ അയാളെ ജഹാലത്താണ് പിടികൂടിയത്. ശരിയായ ഇൽമ അവിടെ ഉറച്ചു നിന്നിരുന്നെങ്കിൽ അയാൾ അത് തെറ്റ് ചെയ്യുമായിരുന്നില്ല. അതുകൊണ്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരാൾ മുഅ്മിനായി വ്യഭിചരിക്കുകയില്ല, ഒരാൾ മുഅ്മിനായി കള്ളുകുടിക്കുകയില്ല, അപ്പോൾ അവരുടെ ഈമാൻ തലയിൽ നിന്ന് ഉയർന്നു നിൽക്കുന്നതാണ്. ആ പ്രവൃത്തിയായിട്ട് കഴിഞ്ഞാലേ ഈമാൻ ഇങ്ങോട്ട് ഇറങ്ങും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും മറ്റും സ്വഹീഹായ സനദോടുകൂടി ഉദ്ധരിക്കപ്പെട്ട ഹദീസാണ്. മുഅ്മിനായി വ്യഭിചരിക്കാൻ കഴിയില്ല. കാരണം വ്യഭിചരിക്കുന്ന സമയത്ത് അയാളുടെ ഈമാൻ നഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ അയാൾ കാഫിറായി തീരുന്ന നഷ്ടപ്പെടലാണോ അത്? അല്ല. പണ്ഡിതന്മാർ പറഞ്ഞു അങ്ങനെയല്ല. അത് അയാളുടെ ഈമാൻ, അയാൾ കാഫിറായി തീരുന്ന നിലക്കുള്ള നഷ്ടപ്പെടലല്ല, മറിച്ച് കമാലുൽ ഈമാൻ, ഈമാനിന്റെ പൂർണ്ണത നഷ്ടപ്പെടുകയാണ്. കാരണം ഇൽമിന്റെ ഒന്നാമത്തെ വിഷയം ഖുശൂ ആണ്. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, ഇൽമുള്ളവർ അള്ളാഹുവിനെ ഭയപ്പെടും. അപ്പോൾ അള്ളാഹുവിനെ ഭയപ്പെടലാണ് ഇൽമ്, ഇൽമുള്ളവൻ അള്ളാഹുവിനെ ഭയപ്പെടും. അത് പരസ്പര പൂരകമാണ്. അപ്പൊ ഇൽമിന്റെ ആ ഖുശൂ എന്ന ഭാഗം നഷ്ടപ്പെടുമ്പോഴാണ് ഒരാൾ എന്ത് ചെയ്യുന്നത്? ഒരു തെറ്റ് ചെയ്യുന്നത്. എന്നാൽ അറിവില്ലാതെ ഒരാൾക്കൊരു അബദ്ധം സംഭവിച്ചാൽ അയാൾ തൗബ ചെയ്തില്ലെങ്കിലും അള്ളാഹു എന്ത് ചെയ്യും? പുറത്തു കൊടുക്കും. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ, ഞങ്ങൾക്ക് അബദ്ധം തെറ്റ് സംഭവിച്ചാലോ മറന്നുപോയാലോ നീ പിടികൂടല്ലേ. ഇത് പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അത് സഹിയായ ഹദീസിൽ വന്നിട്ടുണ്ട്. നമ്മൾ മറന്നുകൊണ്ട് എന്ത് ചെയ്താലും അതിന് പ്രായശ്ചിത്തല്ല, പ്രായശ്ചിത്തം ചെയ്യേണ്ടതില്ല. നമ്മൾ നോമ്പ് ഉള്ള സമയത്ത് പള്ളറച്ചും ഭക്ഷണം കഴിച്ചു, മറന്നുപോയി നോമ്പാന്ന്, ഒരു കുഴപ്പമില്ല. ഭാര്യയുമായി ബന്ധപ്പെട്ട് നോമ്പ് നോറ്റ് പകലിൽ മറന്നുകൊണ്ടാ ചെയ്തത്, ഒരു കുഴപ്പമില്ല. ഒരാൾക്ക് മറന്നു പോയാലും അബദ്ധം പറ്റിയാലും അറിവില്ലാതെ ചെയ്താലും അതിനെന്തില്ല? പ്രായശ്ചിത്തമില്ല. പണ്ഡിതന്മാർ അത് വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. അത് അറിയാതെ വരൂല എന്ന് ഖുർആൻ സ്ഥിരപ്പെടുത്തി. വഇദ് അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ളുഹൂരിഹിം
ذريتهم وأشهدهم على أنفسهم ألست بربكم قالوا بلى شهدنا أن تقولوا يوم القيامة إنا كنا عن هذا غافلين أو تقولوا إنما أشرك آباؤنا من قبل وكنا ذرية من بعدهم أفتهلكنا بما فعل المبطلون. മനുഷ്യനെ മുഴുവൻ ആദ്യ തവണ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. ആദമിന്റെ മുതുകിൽ നിന്ന് അള്ളാഹു പുറത്തു കൊണ്ടുവന്നു. ആ പുറത്തു കൊണ്ടുവരൽ ഏത് രൂപത്തിലാണ് എന്നതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അങ്ങനെ ഒരു സംഗതി നടന്നു എന്ന കാര്യത്തിൽ തർക്കല്ല. ഖുർആനിലെ നസ്സായ സ്ഥിരപ്പെട്ട ആയത്താണ്. അവിടെ അള്ളാഹു മനുഷ്യനോടെല്ലാരോടും ചോദിക്കുന്നുണ്ട്, അലസ്തു ബി റബ്ബിക്കും, ഞാനല്ലേ നിങ്ങളുടെ റബ്ബ്? ഖാലു, എല്ലാരും പറഞ്ഞു, ബല, അതെ. ഷഹിദിന, ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കും. അൻ തഖൂലു യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ, ഖിയാമത്ത് നാളിൽ ഞങ്ങൾ ഇത് അറിഞ്ഞില്ലായിരുന്നു നിങ്ങൾ പറയാതിരിക്കാനാണ്. അതോടുകൂടി അത് ക്ലോസായി. അപ്പൊ പിന്നെ ഇതെന്താണ്? നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ കരാറ്, അത് എല്ലാവരുടെ മനസ്സിലും അതുണ്ട്. തൗഹീദാണ്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ആ ഫിത്രത്തിലാണ് വരുന്നത്. അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിരിക്കുന്നു? അമ്പിയാക്കളെയും മറ്റും വേദഗ്രന്ഥങ്ങളൊക്കെ അയച്ചു തന്നിരിക്കുന്നു. എന്നിട്ട് ഇതിനൊക്കെ ശേഷം അള്ളാഹു വേറെ ചില ഉദർ നൽകുന്നുണ്ട്. അത് സംസാരിക്കേണ്ട സമയത്തല്ലാത്തതുകൊണ്ട് മറ്റൊരു സന്ദർഭത്തിൽ 3 വിഭാഗം ആളുകൾക്ക് പരലോകത്ത് വെച്ചൊരു ടെസ്റ്റ് ഉണ്ട്. മനസ്സിലായോ? 3 വിഭാഗം ആളുകൾക്ക് ഇവിടെ ടെസ്റ്റിന് അവർ പര്യാപ്തരല്ലായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് പറ്റിയില്ല. ഈ 3 വിഭാഗം ആളുകളെ ഖിയാമത്ത് നാളിൽ വെച്ച് അള്ളാഹു ഒരു ടെസ്റ്റ് ചെയ്യും. അത് ഇസ്ലാമിന്റെ നേരത്തെ പറഞ്ഞ മൊത്തം തത്വങ്ങൾക്കെതിരല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നവനാണ്. ഹദീസിലൂടെ നമ്മളെ നേരത്തെ അറിയിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ബേജാറ് വേണ്ട. അതിൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഒരു വിവരവുമില്ലാത്ത ചില ആളുകളെ അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തും. അങ്ങനെ തന്നെയാണ് അതിൽ വന്നിട്ടുള്ളത്. അല്ലാഹു അലം. അതിനെക്കുറിച്ച് വിശദമായി മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് സംസാരിക്കാം. അപ്പോ ഇവിടെ ഒരു മനുഷ്യന് തെറ്റ് സംഭവിക്കുക, അല്ലെങ്കിൽ ഒരാൾ തെറ്റ് ചെയ്താലും അതിന് ജഹാലത്ത് എന്ന് പറയാം. അയാൾ സാക്ഷാൽ ജാഹിലാവണമെന്നില്ല. നേരത്തെ അമ്പിയാക്കളൊക്കെ പറഞ്ഞല്ലോ, ഞങ്ങൾ ജഹാലത്തിനെ ഭയപ്പെടുന്നു. അത് സാക്ഷാൽ ജഹാലത്തല്ല, കാരണം അവരൊക്കെ റസൂലുകളാണ്, വഹയുള്ളവരാണ്. പക്ഷേ അബദ്ധങ്ങൾ സംഭവിക്കുന്നതിന് അവർ ജഹാലത്തായി മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ ഏതൊരു ജഹിലിൽ നിന്നും ഒരു ലുൽമുണ്ടാകും, ഏതൊരു വാലിമിൽ നിന്നും ഒരു ജഹാലത്തും ഉണ്ടാകും. അപ്പൊ ഇതിനെല്ലാതാക്കണമെങ്കിൽ എന്ത് വേണം? ഇൽമ് വേണം. ജഹിലിനെ ഇല്ലാതെയാക്കിയാൽ അവിടെ ലുൽമാണ് ഇല്ലാതാവുന്നത്. അപ്പൊ ലുൽമിനെ നീക്കാൻ എന്തേ പറ്റുള്ളൂ? ഇൽമ്. ഉദാഹരണത്തിന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഇന്ന ശിർക ലളുൽമുൻ അളീം. ഷിർക്കാണ് ഏറ്റവും വലിയ ലുൽമ്. അപ്പൊ പിന്നെ അത് ഇല്ലാതാവണമെങ്കിൽ എന്ത് വേണം? തൗഹീദിൽ ഇൽമു വേണം. അതാണ് പറഞ്ഞത്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് നീ പഠിച്ചാൽ ഷിർക്ക് എന്ന ലുൽമ ഇല്ലാതാവും. ഇത് നീ പഠിച്ചില്ലെങ്കിലോ ആ ലുൽമുണ്ടാവും. അപ്പോൾ മനുഷ്യന് ലാലിമും ജാഹിലുമാവുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. അതുകൊണ്ട് ജഹാലത്തിനെ ഇല്ലാതെയാക്കലാണ് ളുൽമിനെ ഇല്ലാതെയാക്കുവാനും അതുവഴി അമാനത്തുകൾ നിർവഹിക്കുന്നവരായി തീരുവാനും അങ്ങനെ പടച്ച റബ്ബ് നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിർവഹിക്കുക വഴി സ്വർഗത്തിൽ പ്രവേശിക്കുവാനും നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളവും ഇൽമു വളരെ പ്രധാനപ്പെട്ടതാണ്. മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്നതും ഉത്തരവാദിത്തം നിർവഹിക്കുന്നവനാക്കി തീർക്കുന്നതും ഇൽമാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ ബാക്കി ഭാഗങ്ങൾ, മറ്റു വിഷയങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഫളുലുൽ ഇൽമിനെ കുറിച്ച് തന്നെ ഒരുപാട് ക്ലാസ്സുകളിൽ പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.